പങ്കെടുക്കാതിരിക്കുന്നില്ല. പല സ്ഥലത്തും പല പരിപാടിക്കൊക്കെ പോകും പറ്റുന്ന സമയങ്ങളിലൊക്കെ. ഓക്കെ, നമ്മൾ ഇതിന് സുബോധ ജീവിതം ഏറെക്കുറെ തീരാനായി. 2 ആഴ്ചയോടെ കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്കത് തീരും. ഇത് പഴയ ആശയങ്ങൾ മാറ്റുക എന്നുള്ള, കൈവിടുക എന്നുള്ള ഒരു പോയിന്റാണ് നമ്മൾ കഴിഞ്ഞ 3-4 ആഴ്ചയായിട്ട് ചർച്ച ചെയ്തിരിക്കുന്നത്. വളരെ നല്ല ഒരു ആശയമായതുകൊണ്ടാണ് അത്രയും ദിവസം നീണ്ടുപോകുന്നത്. ശരിക്കും പറഞ്ഞാൽ ഈ പോയിന്റാണ് ഈ 4-ാം പടിയുടെ സംഗതി. 4-ാം പടി എന്ന് പറയുന്ന പടിയെ കുറിച്ച് ആൾക്കാര് പലരും വിചാരിച്ചിരിക്കുന്നത് എന്റെ സ്വഭാവ ദൂഷ്യങ്ങളെ കണ്ടെത്തുക എന്നുള്ളതായിരുന്നു. ഞാൻ ഇതിന്റെ സ്വഭാവ ദൂഷ്യങ്ങളെ ഞാൻ വന്നിട്ട് ആദ്യം കുറെ കാലം, എനിക്കൊന്ന് 2-3 വർഷക്കാലം എന്റെ സ്വഭാവ ദൂഷ്യം എന്ന് പറഞ്ഞാൽ, ഞാൻ കണ്ടെത്തിയ സ്വഭാവ ദൂഷ്യം കള്ളു കുടിച്ചിട്ട് ഞാൻ കാണിക്കുന്ന വിക്രിയകളാണ് എന്റെ സ്വഭാവ ദൂഷ്യങ്ങളായിട്ട് ഉണ്ടായിരുന്നത്. അല്ലാത്ത സമയത്ത് ഞാൻ കുറച്ചൊക്കെ മാന്യമായിട്ട് എല്ലാവരോടൊക്കെ പെരുമാറുന്നുണ്ട്. വലിയൊരു സ്വഭാവ ദൂഷ്യം ഉള്ളതായിട്ട് കാണുന്നുണ്ട്. സ്വഭാവ ദൂഷ്യം കാണുന്നത് കള്ളു കുടിച്ച് കഴിയുമ്പോൾ തെറി പറയുക, അതുപോലെ കച്ചറ ഉണ്ടാക്കുക, ദേഷ്യം പിടിക്കുക, ഇതൊക്കെ ആയിരുന്നു എന്റെ സ്വഭാവ ദൂഷ്യങ്ങൾ. എന്റെ മദ്യപാനം നിർത്തിയോടുകൂടി ആ സ്വഭാവ ദൂഷ്യം, ആ പ്രകടനങ്ങളൊക്കെ നിന്നു. അതോടുകൂടി എന്റെ സ്വഭാവ ദൂഷ്യവും മാറി എന്നായിരുന്നു ഞാൻ കുറെ കാലം വിചാരിച്ചിരുന്നു. പിന്നീടാണ് ഈ സ്വഭാവ ദൂഷ്യം എന്ന് പറഞ്ഞാൽ അതല്ല, ഈ മദ്യപിച്ചപ്പോ പുറത്തു വന്നു എന്ന് മാത്രം. മദ്യപിക്കാതിരിക്കുമ്പോഴും ഈ സ്വഭാവം, ഈ ഒരു ചിന്ത, ഈ ഒരു ആശയം നമ്മുടെ ഉള്ളിൽ, അത് ഇപ്പോ നമ്മളത് മദ്യപിക്കാതിരിക്കുന്ന സമയത്ത് അത് ചിലത് പുറത്തെടുക്കുന്നില്ല. കാരണം അത് എടുത്താൽ മോശമല്ലേ, അതങ്ങനെ ചിന്തിക്കാൻ പാടില്ല എന്നുള്ള മോശമല്ലേ എന്ന് വിചാരിച്ചിട്ട് അത് അതിന്റെ പ്രകടിത രൂപമില്ല, അതായത് ആക്ഷൻ ഇല്ല, പക്ഷെ ചിന്തയുണ്ട്. അപ്പൊ ഈ 4-ാം പടി ഈ പറയുന്നത് ആ ചിന്ത പോലും, അത്തരത്തിലുള്ള ചിന്ത പോലും അവിടെ നിൽക്കുന്നത് നമ്മളുടെ ഒരു വൈകല്യം. കാരണം അങ്ങനത്തെ ആ ചിന്തയാണ്, ആ ഒരു കൺസെപ്റ്റാണ്, ആശയമാണ് ഒരു ദുർബല ഘട്ടത്തില് കുടിയിലേക്ക് കൊണ്ടുവയ്ക്കുന്നത്. അപ്പോ ഏത് സമയത്തും നമ്മുടെ മനസ്സ് ഫുൾ സ്ട്രെങ്തില് ഇരിക്കാൻ സാധ്യതയില്ല. ഏത് നിമിഷവും നമ്മൾ ഒരു എനർജി താഴ്ന്നു പോകുന്ന ഒരു അവസരം വരാം. കാരണം എന്തെങ്കിലും ഒരു ഇഷ്യൂ വന്നു കഴിഞ്ഞാൽ പെട്ടെന്ന് എനർജി ഡൗൺ ആയി. ഈ എനർജി ഡൗൺ ആയി പോകുന്ന സമയത്ത് പെട്ടെന്ന് ഉള്ളിൽ നിന്ന് മറ്റവൻ പൊങ്ങി വരും. അതായത് ഈ എനർജിയെ ബൂസ്റ്റ് ചെയ്യുന്ന ഒരു ബൂസ്റ്റർ ഡോസ് എന്ന നിലയ്ക്കാണ് ഈ മദ്യം ഉപയോഗിച്ചുകൊണ്ടിരുന്നത്. അപ്പൊ അതുകൊണ്ട് ഈ മദ്യപിക്കാനുള്ള തോന്നല് എപ്പോഴാണോ എനർജി കുറയുന്നത് ആ സമയത്ത് മദ്യപിക്കാനുള്ള തോന്നല് ഉള്ളിൽ നിന്ന് വരും. അതേസമയം നല്ല എനർജിയിൽ നിൽക്കുകയാണെങ്കിൽ മദ്യപിക്കാനുള്ള തോന്നൽ വരുമ്പോൾ എനിക്ക് വേണ്ട, ഞാൻ പോവാണ്, നിങ്ങൾ കഴിച്ചോ എന്ന് പറഞ്ഞിട്ട് പോരാൻ പറ്റും. പക്ഷെ ഒന്ന് ഡൗൺ ആയിട്ടിരിക്കുകയാണെങ്കിലോ, ഡൗൺ ആയിട്ടിരിക്കുക എന്ന് പറഞ്ഞാൽ എന്തെങ്കിലും ഒരു നഷ്ടം പറ്റുക, അതല്ലെങ്കിൽ ഒരു എന്താ പറയാ, ആരെങ്കിലും ചീത്ത പറയുക, ആരുടെങ്കിലും ദേഷ്യം പിടിക്കുക, സങ്കടം വരിക, അങ്ങനെയുള്ള ആരുടെങ്കിലും വേണ്ടപ്പെട്ട ആൾക്കാർ മരിച്ചു പോവുക, ഇനി അതെല്ലാം ഓവറായിട്ട് സന്തോഷമുണ്ടോ? അപ്പൊ ഇന്ന് എന്റെ ഒരു സുഹൃത്ത് എന്റെ അടുത്ത് വന്നിട്ട് എന്നോട് വളരെ രഹസ്യമായിട്ട് ചെവിയിൽ വന്ന് പറഞ്ഞു, മാഷേ ഇന്ന് കേരള ലോട്ടറി 70 ലക്ഷം രൂപ എനിക്കാണ് അടിച്ചതെന്ന് പറഞ്ഞു. ഞാന് അദ്ദേഹത്തോട് പറഞ്ഞത്, ആദ്യം കൊടുത്ത ഒരു എന്താ പറയാ നിർദ്ദേശം എന്ന് പറയണത്, ഇത് ആരെങ്കിലും അറിഞ്ഞോന്ന് ചോദിച്ചു. അറിഞ്ഞിട്ടുണ്ടെന്ന് പറഞ്ഞു. നീ ഏതായാലും ഇത് ഒരു വലിയ സംഭവമായിട്ട് എടുത്ത് ഭയങ്കര എക്സൈറ്റഡ് ആയി പോകരുത്. എക്സൈറ്റഡ് ആയി പോയി കഴിഞ്ഞാൽ, കാരണം തീരെ പ്രതീക്ഷിക്കുക, ലോട്ടറി എന്ന് പറഞ്ഞാൽ അങ്ങനെയാണല്ലോ, പെട്ടെന്ന് കിട്ടുന്ന സാധനമാണല്ലോ. അപ്പോ ഭയങ്കരമായ ഒരു സന്തോഷം വന്നു കഴിഞ്ഞാൽ കുടിയിലേക്ക് പോകാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് അതിനെ നോർമലി പിടിച്ചു നിർത്തണം കേട്ടോ എന്ന് പറഞ്ഞ കുറച്ച് കാര്യമൊക്കെ ഞാൻ ഷെയർ ചെയ്ത് ഞാൻ പോന്നത്. അപ്പൊ ഞാൻ പറഞ്ഞത്, ഒരു പെട്ടെന്ന് ഒരു സന്തോഷം വന്നാലും അതിനെ പോലും കൺട്രോൾ ചെയ്യാനുള്ള ഒരു ശക്തി നമ്മുടെ മനസ്സിനുണ്ടാവില്ല. അത് മനസ്സിന്റെ ഒരു
ആടി ഉലഞ്ഞുകൊണ്ടിരിക്കുന്നത്. കാരണം ഇതിന്റെ ഒക്കെ അടിയില് ഈ മദ്യപിക്കാനുള്ള ഒരു ടെൻഡൻസി ഉള്ളിൽ കിടപ്പുണ്ട്. ആ ടെൻഡൻസിയെ നമ്മൾ പുറത്ത് കാണിക്കാത്തത് നമ്മുടെ ബോധ മനസ്സ് സ്ട്രോങ് ആയി നിൽക്കുന്നതുകൊണ്ടാണ്. ബോധ മനസ്സ് എപ്പോഴെങ്കിലും ഡൗൺ ആയി കഴിഞ്ഞാൽ ഈ ഉള്ളിൽ നിന്ന് വരുന്ന ടെൻഡൻസിയെ ചിലപ്പോൾ നമുക്ക് തടയാൻ കഴിയാതെ വരും. അപ്പൊ പിന്നെ ഉള്ള മാർഗം എന്താന്ന് വെച്ചാൽ ആ ഉള്ളിൽ നിന്ന് ആ ടെൻഡൻസി വരാതിരിക്കാനുള്ള ഒരു ശ്രമമാണ് നടത്തേണ്ടത്. ആ ശ്രമമാണ് യഥാർത്ഥത്തിൽ നാലാം പടി എന്ന് പറയുന്നത്. അടിസ്ഥാനപരമായിട്ട് മദ്യപിക്കാനുള്ള സാഹചര്യങ്ങളെ നേരിടാനുള്ള എന്താ പറയാ ശക്തി സംഭരിക്കുന്നതോടൊപ്പം തന്നെ അതിനുള്ള നമ്മൾ തന്നെയുള്ള ചില നമ്മളുടെ സ്വഭാവ സവിശേഷതകളെ അത് മാറ്റുകയും ചെയ്യും. അത് കണ്ടുപിടിക്കാന്നുണ്ട്. പെട്ടെന്ന് ദേഷ്യം പിടിക്കുന്ന സ്വഭാവമുള്ള ഒരാളാണെങ്കിൽ അത് മതി കുടിക്കാൻ പോവാൻ. അപ്പൊ അതിനെ മാറ്റണം. അസൂയുള്ള ആളാണെങ്കിൽ അത് മതി, അതിനെ മാറ്റണം. അതേപോലെ മുൻവിധിയുള്ള ആളാണെങ്കിൽ അത് മതി. അതിന് ഞാൻ വിചാരിച്ച പോലെ നടക്കണം എന്ന ചിന്താഗതിയായിട്ട് നടക്കുന്ന ആള് അങ്ങനെ നടന്നില്ലെങ്കിലോ അത് മതി എനർജി പോവാൻ. ഞാൻ പറഞ്ഞാലും കേൾക്കുന്നില്ല എന്ന് തോന്നിക്കഴിഞ്ഞാൽ എനർജി പോകും. അപ്പൊ ഇങ്ങനെ കുറെ പിടിവാശികളും ചില ആശയങ്ങളും ഒക്കെ ആയിട്ടാണ് നടക്കുന്നതെങ്കിൽ എത്ര സ്ട്രോങ് ആയിട്ടാണ് നമ്മൾ നിൽക്കുന്നെങ്കിൽ പോലും ഒരു ദുർബല നിമിഷത്തിൽ മനസ്സ് ദുർബലമാവുന്ന സമയത്ത് മദ്യം അടുത്തുണ്ടാവുകയും കൂടി ചെയ്തു കഴിഞ്ഞാൽ ചിലപ്പോൾ നിയന്ത്രണം വിട്ടുപോകാനുള്ള സാധ്യതയുണ്ട്. ചിലപ്പോൾ അതിന് പറ്റിയ ആൾക്കാരും കൂടെ ഉണ്ടാവും. ആ കുടിക്കുന്നവരാണെങ്കിൽ ആ തരത്തിലുള്ള സപ്പോർട്ടും കൂടി ഉണ്ടെങ്കിൽ പറയാൻ പറ്റും. അപ്പോൾ അങ്ങനെ ഏതൊരു സിറ്റുവേഷൻ ആയാലും അവിടെ നമുക്ക് കുടിക്കാതിരിക്കണമെങ്കിൽ വേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒരു മാറ്റമാണ് ഈ അടിസ്ഥാനപരമായിട്ടുള്ള നമ്മുടെ ആശയങ്ങളെ ചേഞ്ച് ചെയ്യാൻ. ആ ചേഞ്ച് ചെയ്യാനുള്ള കുറേ കാര്യങ്ങളാണ് പറഞ്ഞത്. ഇവിടെ നമുക്ക് കുറച്ച് കാര്യം കൂടി ഇതിനകത്ത് പറയുന്നുണ്ട്, അതുകൂടെ അവസാനിക്കും. മദ്യാസക്തിയിൽ നിന്നുള്ള മോചനത്തിന്റെ പ്രക്രിയയും തെറ്റായ ആശയങ്ങളാൽ മൂടപ്പെട്ടതാണ്. എന്തുകൊണ്ട് കുടിക്കുന്ന വ്യക്തി സ്വന്തം ഇച്ഛാശക്തി പ്രയോഗിച്ചു കുടി നിർത്തുന്നില്ല എന്ന് കുടിച്ചു മരിക്കുന്ന ഓരോ വ്യക്തിയെയും കണ്ടിട്ടുള്ള ദശലക്ഷക്കണക്കിന് ആളുകളെ പോലെ ഞങ്ങളും അതിശയിച്ചിട്ടുണ്ട്. ഇത്രയുമൊക്കെ നഷ്ടം പറ്റിയിട്ടും ഇത്രയുമൊക്കെ എന്താ പറയാ ആൾക്കാർ ചീത്ത പറഞ്ഞിട്ടും കച്ചറയൊക്കെ ഉണ്ടാക്കിയിട്ടും പിന്നെ എന്തുകൊണ്ട് അയാൾ കുടി നിർത്തുന്നില്ല? അയാൾക്ക് അങ്ങ് നിർത്തിയാൽ പോയി. എന്തിനെങ്ങനെ കുടിച്ചത് ഈ അലമ്പുണ്ടാക്കാൻ വേണ്ടിയിട്ട് എന്നാണ് ആൾക്കാരെല്ലാവരും ചോദിച്ചത്. അതിന് അയാൾക്ക് ഇല്ലാത്തത് എന്താണ് എന്ന് സമൂഹം ചോദിച്ചുകൊണ്ടിരുന്നത്. അയാൾക്ക് ഒരു തീരുമാനം എടുത്തു കഴിഞ്ഞാൽ നടപ്പിലാക്കാനുള്ള ഒരു പവർ ഇല്ല, ഇച്ഛാശക്തി. നമ്മളാണെങ്കിൽ എത്രയോ പ്രാവശ്യം ഞാനൊക്കെ എനിക്ക് തോന്നുന്നു ഈ ഇച്ഛാശക്തി ഉപയോഗിച്ച് ഒരു 20 തവണയെങ്കിലും കൂടി നിർത്തിയാണ്. ഇച്ഛാശക്തിന്റെ കാര്യത്തിൽ മോശമൊന്നുമല്ല. ഞാൻ മിക്കവാറും പല കാര്യങ്ങളും തീരുമാനിച്ചു കഴിഞ്ഞാൽ ആ തീരുമാനിച്ചത് നടപ്പിലാക്കാനുള്ള നല്ല ശക്തി ഉണ്ട്. അത് ചെയ്യുകയും ചെയ്യും. ഇപ്പോ ഓരോന്ന് കൊടുക്കേണ്ട സമയത്ത് ഇന്ന സമയത്ത് കൊടുക്കണം എന്ന് തീരുമാനിച്ചാൽ അത് കൊടുക്കേണ്ട സമയത്ത് അത് കൊടുക്കും. എന്തെങ്കിലും എഴുതാനോ വായിക്കാനോ അല്ലെങ്കിൽ പരീക്ഷ എഴുതേണ്ട സമയത്താണെങ്കിലും പഠിക്കേണ്ട സമയത്താണെങ്കിലും അതൊക്കെ കൃത്യമായി പരീക്ഷയ്ക്ക് മുമ്പ് എല്ലാം പഠിച്ചു കഴിഞ്ഞിട്ട് പരീക്ഷയ്ക്ക് പോവുക. തീരുമാനിച്ചു കഴിഞ്ഞാൽ തീരുമാനം നടപ്പിലാവും. അതല്ലെങ്കിൽ രാവിലെ എഴുന്നേക്കാനാണെങ്കിൽ ഇപ്പൊ 6 മണിന്റെ ബസ്സിന് പോകാനാണെങ്കിൽ 4 മണിക്ക് എണീക്കണം എന്ന് വിചാരിച്ചാൽ 4 മണിക്ക് എണീക്കാൻ തീരുമാനിച്ചാൽ 4 മണിക്ക് എണീക്കും. ഞാൻ അവിടെ പോയിട്ട് ഇത്ര മണിക്ക് വരും എന്നാണ് ഇത്ര മണിക്ക് വരും. അങ്ങനെ തീരുമാനിച്ചാൽ തീരുമാനം നടപ്പിലാക്കാനുള്ള ഒരു പവറിനെയാണ് ഇച്ഛാശക്തി എന്ന് പറയുന്നത്, വിൽ പവർ എന്ന് പറയാം. അതേപോലെ മദ്യപിക്കില്ല എന്ന് തീരുമാനം എടുത്തു കഴിഞ്ഞാൽ ആ തീരുമാനം നടപ്പിലാക്കാനുള്ള ഇച്ഛാശക്തി, ഒരു പവർ, അത് ഉണ്ടായ പോരെ. ഈ എടുത്ത തീരുമാനം നടപ്പിലാക്കണ്ടേ? പിന്നെ എന്തോന്നാ മനുഷ്യനാണെന്ന് പറഞ്ഞ് നടക്കുന്നത് ചോദിച്ചിട്ട് ആ ആ ഒരു പവർ, ഇച്ഛാശക്തി എന്ന് പറഞ്ഞൊരു പവർ ഉണ്ടെങ്കിലാണ് കുടി നിർത്തുക എന്ന് കുടിക്കുന്ന കാലയളവിൽ ഒരുപാട് തവണ ചിന്തിച്ചിട്ടുണ്ട്. ഞാൻ സിഗരറ്റ് വലിക്കുക. അപ്പോ എന്നോട് എൻ്റെ ഒരു സുഹൃത്ത് കോടഞ്ചേരിയിൽ നിന്ന് പറഞ്ഞു, എടാ സിഗരറ്റ് വലി നിർത്ത്. അതെങ്ങനെ നിർത്തുന്ന വെച്ചാൽ ഞാൻ നിർത്തിയ എങ്ങനെയാ വെച്ചാൽ ഞാനൊരു സിഗരറ്റ് വാങ്ങി അത് വലിച്ചു. പകുതി വലിച്ചപ്പോൾ ഞാൻ ഒറ്റ ഏറ് വെച്ചു കൊടുത്തു നിലത്തേക്ക്. എന്നിട്ട് എന്റെ ഷൂ ഇട്ട് ഞാനത് ചവിട്ടി
അരച്ച് കളഞ്ഞിട്ട് ഞാൻ ഒരൊറ്റ പ്രഖ്യാപനമാണ്, ഞാൻ ഇതോടുകൂടി നിർത്തി എന്ന് പറഞ്ഞ് പ്രഖ്യാപിക്കാൻ പോകും. അങ്ങനെ അവൻ പ്രഖ്യാപിച്ച് നിർത്തിയാണ്. ഞാൻ അതേപോലെ ഒരു 3-4 തവണയെങ്കിലും ഈ സിഗരറ്റ് വലിച്ച് ചവിട്ടി വരച്ചിട്ട്, എന്നിട്ട് എന്റെ വലിയ ഏല് വന്നിട്ട് 2-3 വർഷത്തിന് ശേഷമാണ് പിന്നെയാണ് ഇത് അങ്ങനെ ഇത് നിൽക്കൂല എന്ന് ഇച്ഛാശക്തി കൊണ്ടൊന്നും നിൽക്കില്ല. തീരുമാനം എടുത്തു കഴിഞ്ഞാൽ നടപ്പിലാക്കാനുള്ള പവറില്ല. കാരണം ഒരു അടുത്ത സമയത്ത് ഒരാൾ സിഗരറ്റ് വലിക്കുന്ന കണ്ടപ്പോ അത് ഒരെണ്ണം നോക്കട്ടെ, ഒറ്റയൊന്ന് വലിക്കുള്ളൂ എന്ന് വിചാരിച്ചിട്ട് പിന്നെ വാങ്ങി വലിക്കുന്നു. അപ്പൊ ഇച്ഛാശക്തി പ്രയോഗിച്ച് കുടി നിർത്തുന്നില്ല എന്ന് കുടിച്ചു മരിക്കുന്ന ഓരോ വ്യക്തിയും കണ്ടുള്ള ദശലക്ഷക്കണക്കിന് ആളുകളെ പോലെ ഞങ്ങൾ അതിശയിച്ചു. ഇനി ഇച്ഛാശക്തിയുടെ കാര്യം പറയാം. ബാല്യകാലത്ത് തന്നെ ഇച്ഛാശക്തിയുടെ ഉദാത്ത മാതൃകകൾ നമ്മൾക്ക് ചൂണ്ടിക്കാണിച്ച് തന്നിട്ടുള്ളതിനാൽ ഈ പഴഞ്ചൻ ആശയം ഇപ്പോഴും ഞങ്ങളിൽ പറ്റിപ്പിടിച്ച് കിടക്കുന്നു. ചെറുപ്പത്തിൽ ഈ മോട്ടിവേഷൻ ക്ലാസ്സുകളിലൊക്കെ ഈ കേൾക്കുന്നത് മുഴുവനും ഈ ഇച്ഛാശക്തിയെ കുറിച്ചാണ്. ഗാന്ധിജിയുടെ ഇച്ഛാശക്തി, മാർട്ടിൻ ലൂഥർ കിങ്ങിന്റെ ഇച്ഛാശക്തി, അതുപോലെ തന്നെ തോമസ് ആൽവ എഡിസന്റെ ഇച്ഛാശക്തി, അതുപോലെ ഒരുപാട് ഞാനും എത്രയോ ക്ലാസ്സുകൾ എടുത്തിട്ടുണ്ട്. ഈ മോട്ടിവേഷൻ ക്ലാസ്സുകളിൽ ഇച്ഛാശക്തി ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ടുള്ള കുറേ ആൾക്കാരുടെ എടുത്ത തീരുമാനത്തെ നടപ്പിലാക്കാനുള്ള കഴിവുള്ളത് കൊണ്ട് APJ അബ്ദുൽ കലാമിന്റെ ഇച്ഛാശക്തി, അങ്ങനെ ഒരു തീരുമാനം എടുക്കുന്നു. ഞാൻ ഇങ്ങനെ ആകാശത്തോട് വിമാനം ആകാശത്തോട് ഞാൻ ഒരിക്കൽ പറക്കും എന്ന് പറഞ്ഞ APJ അബ്ദുൽ കലാം ആണ് പിന്നീട് ലോകം കണ്ട ഏറ്റവും വലിയ മിസൈൽ മാനായി മാറിയത്. അദ്ദേഹത്തിന് ചെറുപ്പത്തിൽ തന്നെ എടുത്തൊരു തീരുമാനം നടപ്പിലാക്കിയെന്നൊക്കെ പറഞ്ഞിട്ട് മോട്ടിവേഷൻ ക്ലാസ്സുകൾ. അതേപോലെ ഉള്ള ഒരു സംഗതിയാണ് എന്ന് ചെറുപ്പം മുതലേ പഠിച്ചിട്ടുണ്ട്. ഒരു തീരുമാനം എടുത്തത് നടപ്പിലാക്കി. ഒരു പക്ഷേ എന്നിട്ട് അതിന് സപ്പോർട്ടായിട്ട് നമുക്ക് മോട്ടിവേഷൻ ക്ലാസ്സിലൊക്കെ പറയാൻ പറ്റുന്ന ഒരു സംഗതിയാണ്, ഏതെങ്കിലും ഒരാള് ഇതേപോലെ കുടിച്ചുകൊണ്ടിരിക്കുന്ന ആള് പെട്ടെന്ന് ഒരു ദിവസം സുപ്രഭാതത്തിൽ അയാൾ നിർത്തി, എന്നിട്ട് അയാൾ കുടിക്കാത്ത ആളായി മാറി. ഒരുപക്ഷെ നമ്മുടെ കുടുംബത്തിലെയോ അയൽപക്കത്തിന്റെയോ ചരിത്രത്തിലെയോ ഒരു അങ്കിൾ ജോണിന്റെ കഥ പ്രചാരത്തിലുണ്ടാവും. ഒരു അങ്കിൾ ജോൺ എന്ന് പറഞ്ഞൊരു കഥാപാത്രം. അയാള് എങ്ങനെയാണ്, അയാള് വിടനും ദുർമാർഗിയും എന്നറിയപ്പെട്ടിരുന്ന അയാള് 50-ാമത്തെ വയസ്സ് പൊടുന്നനെ മദ്യവും മദിരാക്ഷിയും മറ്റ് കലാപരിപാടികളും ഉപേക്ഷിച്ച് മാന്യതയുടെയും വിശ്വസ്തതയുടെയും പര്യായമായി മാറുകയും പിന്നീട് ഒരു തുള്ളി മദ്യം പോലും തൊടാതിരിക്കുകയും ചെയ്തു അത്രേ. അങ്ങനെ ഒരാളുടെ കഥ സംഭവം പറയുന്ന ഒരാളെങ്ങനെ ചെയ്തു. എനിക്ക് അറിയാവുന്ന ഒരാളുണ്ട്. അയാള് ഞാൻ ഗ്രൂപ്പിൽ പറഞ്ഞിട്ടുണ്ട്, റിട്ടയർ ചെയ്യാൻ 12 വർഷവും കൂടി ബാക്കിയുള്ള സമയത്ത് അയാളുടെ ഇച്ഛാശക്തി ഉപയോഗിച്ച് കുടിയാൻ വന്നത്. ഞാൻ എന്തായാലും റിട്ടയർ ആവുന്നോടം വരെ കുടിക്കില്ല എന്ന് അയാൾ തീരുമാനിച്ചു. പിന്നെ അയാൾ ആ തീരുമാനം നടപ്പാക്കി വളരെ സുന്ദരമായിട്ട് അയാൾ ജീവിച്ചു പോയി. ഒരു AU ആയിരുന്നു, അസിസ്റ്റന്റ് എഡ്യൂക്കേഷൻ ഓഫീസർ. അയാള് റിട്ടയർ ആയി. അപ്പൊ അയാളുടെ തീരുമാനം റിട്ടയർ ആവുന്നോടം വരെ എന്നായിരുന്നു. റിട്ടയർ ആയി കഴിഞ്ഞപ്പോ അയാൾ എടുത്ത തീരുമാനം അയാൾ നടപ്പിലാക്കി എന്നുള്ള വിശ്വാസം, 12 വർഷം കുടിക്കാതിരുന്നു എന്നുള്ളതിന്റെ ഒരു ആത്മവിശ്വാസത്തിലാണ് അയാൾ രണ്ടാമതൊന്ന് പോയി കുടിച്ചു നോക്കിയത്. പക്ഷെ നിർഭാഗ്യം എന്ന് പറയട്ടെ, 2 മാസം അദ്ദേഹം സ്വന്തം വീട്ടിലെ ഫാനിൽ ആത്മഹത്യ ചെയ്യേണ്ട ഗതികേടിൽ എത്തിപ്പോയി എന്നതാണ്. 2 മാസത്തെ കുറിച്ചു. അപ്പൊ പക്ഷെ അദ്ദേഹത്തിന്റെ ഇച്ഛാശക്തി കൊണ്ട് 12 വർഷം കുടിക്കാതെ, ഞാൻ കുടിക്കില്ല എന്നുള്ളൊരു തീരുമാനം എടുത്ത് അയാളൊരു മീറ്റിങ്ങിന് പോയി. ഞാൻ ഈ മീറ്റിങ്ങിന്റെ കാര്യമൊക്കെ അദ്ദേഹത്തോട് പലപ്പോഴും സൂചിപ്പിച്ചപ്പോൾ എനിക്ക് അതിന്റെ ആവശ്യമൊന്നുമില്ല, ഞാനൊരു തീരുമാനം എടുത്ത് ഞാൻ നടപ്പിലാക്കാനുള്ള പവറൊക്കെ എനിക്ക് അതിന്റെ ആവശ്യമൊന്നുമില്ല എന്ന് അയാൾ എന്നോട് എത്രയോ തവണ പറഞ്ഞിട്ടുണ്ട്. ഞാൻ മീറ്റിങ്ങിന്റെ കാര്യം, അവിടുത്തെ കാര്യം, ഇവിടുത്തെ കാര്യമൊക്കെ പറയണം, അപ്പൊ തീരെ അത് മൈൻഡ് ചെയ്തിട്ട് പോകും. കാരണം അതിന്റെ ആവശ്യമില്ല എന്നാണ് അയാൾ പറയുന്നത്. ഒരു തീരുമാനം എടുത്താൽ അത് നടപ്പിലാക്കണം, അതിനിപ്പോ ആരുടെയും സപ്പോർട്ട് എന്താ ആവശ്യം. അങ്ങനെ ഇച്ഛാശക്തി കൊണ്ട് നിർത്താൻ പറ്റുന്ന കുറെ എക്സാമ്പിൾ അവിടെ ഇവിടെയൊക്കെ നമുക്ക് കാണാൻ കഴിയും. നമ്മൾക്കും യഥാസമയം അപ്രകാരം ചെയ്യാമെന്നുള്ള ബാലിശമായ ധാരണ അപകടകാരിയായ ഒരു മിഥ്യാബോധം. അങ്ങനെ ഒരു കാര്യം ചെയ്യാം, ഇച്ഛാശക്തി ഉപയോഗിച്ച് നിർത്താം എന്നുള്ള ഒരു ധാരണ നമുക്ക് വന്നിട്ടുണ്ടെങ്കിൽ അത് ഒരു അപകടകാരിയായ ബോധമാണ്. നമ്മളാണ്, മറ്റാരുമല്ല. അതുപോലെ 90 എത്തും മുമ്പ്
എത്തും വരെ ദിവസവും ഒരു മുഴുക്കുപ്പി വീതം കുടിച്ചുകൊണ്ടിരുന്ന മുത്തച്ഛനെ പോലും അല്ല. ആ, അങ്ങനെയും ചില കഥാപാത്രങ്ങൾ പറയും. ഞാന് 90 വയസ്സായ ഒരാൾ, അയാള് മരിക്കുന്നോളം വരെ ഒരു ഫുൾ അടിച്ചിട്ടാണ് അയാൾ ജീവിച്ചിരുന്നത്. അതുകൊണ്ട് അതൊരു കുഴപ്പമില്ല. അങ്ങനെ അടിച്ചുകൊണ്ടിരിക്കുന്ന ആളുമല്ല. നമുക്ക് ഈ ഇച്ഛാശക്തി ഉപയോഗിച്ച് ഇത് നിർത്താൻ കഴിയില്ല. എന്നിട്ട് പിന്നെ ഒരു കാര്യം പറയുന്നു, ഇച്ഛാശക്തി അർബുദത്തിന് ഒരു ഔഷധം എന്ന നിലയിൽ എത്രമാത്രം ഫലപ്രദമാണോ അത്രമാത്രം ഫലപ്രദമാണ് മദ്യാസക്തൻ രോഗത്തിന്റെ കാര്യം. മദ്യാസക്ത രോഗം എന്ന് പറയുന്നത് ഒരു അസാമാന്യ രോഗമാണ്. ഇത് ശരിക്കും അതിന്റെ എഫക്റ്റ് അല്ലെങ്കിൽ എങ്ങനെയാണ് ഈ രോഗം വർദ്ധിക്കുക എന്നുള്ളതിനെ കുറിച്ച് ഒരുപാട് ഘടകങ്ങൾ പറയുന്നുണ്ട്. എന്തായാലും ഒരു കാര്യം ഉറപ്പാണ്, ഈ മനസ്സിന്റെ പവർ കൊണ്ട് ഇതിനെ നമുക്ക് നിലയ്ക്ക് നിർത്താൻ കഴിയും. നമ്മളുടെ അനുഭവങ്ങൾ അത് ആവർത്തിച്ച് തെളിയിക്കും. ഞങ്ങളിൽ നിരവധി വ്യക്തികൾ കുടി നിയന്ത്രിക്കാനോ അല്ലെങ്കിൽ നിർത്താനോ ആഗ്രഹിച്ച് ആ വഴിക്ക് തനിയെ നടന്നവരാണ്. എത്രയോ കാലം സ്വന്തമായി കുടി നിർത്തണം എന്ന് ആഗ്രഹിച്ച് ആരോടും പറയാതെ, ആരോടും പറയാനുള്ള ധൈര്യമില്ല. കാരണം ആരോടെങ്കിലും പറഞ്ഞു പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ എനിക്ക് കുടിക്കാൻ പറ്റില്ല. അതുകൊണ്ട് ആരോടും പറയാതെ ഞാൻ കുടി നിർത്തി എന്നുള്ള വിവരം അറിയാതെ കുടി നിർത്തണം. പറഞ്ഞു നടന്നാൽ ശരിയാവില്ല. കാരണം അപ്പോഴും ഉള്ളില് എപ്പോഴെങ്കിലും കുടിക്കേണ്ടി വന്നാൽ കുടിച്ചു പോയാൽ പിന്നെ ആൾക്കാരത് നാണം കെട്ട ഒരവസ്ഥ, ആൾക്കാർക്ക് മുന്നിൽ നാണം കെട്ട ഒരവസ്ഥയിലേക്ക് പോലെ. അതുകൊണ്ട് കുടി നിർത്തി എന്ന് ഞാൻ ഒരിക്കലും പറയാതെ സ്വയം കുടി നിർത്തി നടന്ന ഒരുപാട് സംഭവങ്ങൾ. പറയൂല, പറഞ്ഞാൽ ഇതാ പ്രശ്നം. എല്ലാവരോടും പ്രഖ്യാപിച്ചു കഴിഞ്ഞാൽ പിന്നെ കുടിക്കാൻ പറ്റും. ചിലപ്പോൾ വല്ലപ്പോഴും എവിടെയെങ്കിലും കുടിച്ചാലോ. കാരണം നമ്മൾ കുടിക്കില്ല എന്നുള്ള 100% ഉറപ്പില്ല. എന്നാലും നമ്മൾ ഈ ഇച്ഛാശക്തി കൊണ്ട് കുടി അങ്ങ് നിർത്തി. ആ അങ്ങനെ നമ്മൾ ഒറ്റയ്ക്ക് ഒത്തിരി നടന്ന, ഞാൻ പറഞ്ഞല്ലോ ഏകദേശം ഒരു 10-20 തവണയെങ്കിലും ഞാൻ ഏൽ വന്ന ആദ്യ കാലത്ത് ഞാൻ അതൊന്ന് എഴുതി നോക്കിയിട്ടുണ്ട്, എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു. ഈ സ്വയം നിർത്തിയ കൂട്ടത്തില് ഒരു പക്ഷേ റെക്കോർഡ് എനിക്ക് ഉണ്ടാവും എന്നാണ് ഞാൻ വിചാരിച്ചത്. ഞാൻ എത്രയോ ആൾക്കാരോട് ചോദിച്ചു. ഇത്രയും ചിലപ്പോൾ അത്രയും കണ്ടെത്തിയിട്ടുണ്ടാവില്ലാത്തതുകൊണ്ടായിരിക്കാം. ഏതായാലും പല ആംഗിളിലും ഞാനത് നിർത്തിയിട്ടുണ്ട്. പക്ഷെ അതൊന്നും വിജയിച്ചില്ല. 1 മാസം 2 മാസത്തിനപ്പുറത്തേക്ക് ഒന്നും പോയിട്ടില്ല. ശബരിമലയ്ക്ക് പോയി വന്ന 2 മാസമാണ് ഏറ്റവും കൂടുതൽ. ആ 2 കാര്യത്തിലും ഫലം നാസ്തിയായിരുന്നു, ഫലം ഉണ്ടായില്ല. എന്നിരുന്നാലും സഹായം വേണമെന്ന സത്യം അംഗീകരിക്കാൻ ഞങ്ങൾക്ക് എളുപ്പമുണ്ടായിരുന്നു. ആരോടും മിണ്ടാതെയായിരുന്നു. ഈ കുടിയിൽ നിന്ന് മാറി നിൽക്കണമെങ്കിൽ എന്റെ വീട്ടുകാരോട് ഞാനത് പറയില്ല, ഞാൻ കുടി നിർത്തി പറയില്ല. കാരണം ഞാൻ കുടി നിർത്തിയ വിവരം അവരെ അറിയട്ടെ, കണ്ടു മനസ്സിലാക്കട്ടെ, എന്നിട്ട് എന്നോട് പറയട്ടെ. അത് അവരോട് പറയേയില്ല. ഞാൻ കുടി നിർത്തിയായിട്ട് അങ്ങോട്ട് പറയും, ഇങ്ങോട്ടും പറയില്ല, അങ്ങോട്ടും പറയും. കുടിക്കുന്നില്ല എന്നുള്ള വിവരം അവര് ശ്രദ്ധിക്കുന്നുണ്ടോ ഇല്ലയോ എന്ന് പോലും ഞാൻ നോക്കിയിട്ടില്ല. കാരണം നമുക്ക് ഉറപ്പില്ലല്ലോ, നമ്മൾ നാളെ ചിലപ്പോൾ കുടിച്ചൂടായില്ല. പിന്നെ അവസാനം പോയി കുടിക്കുന്നത്, ഞാനിപ്പോ 2 മാസം കുടിക്കാതെ കൂടെ മറ്റുണ്ടായി. ഞാനുണ്ട് 2 പേർക്ക് അടിച്ചു. 2 പേർക്ക് അടിച്ചപ്പോൾ സംഭവിക്കാനും പോകുന്നില്ല. ആദ്യത്തെ ദിവസമാണ് 2 പേർക്ക് അടിച്ചിട്ട് വരിക, പിന്നെ 2-4 നല്ല അടിച്ചിട്ട് വരിക. അപ്പൊ അങ്ങനെ സഹായം വേണ്ട, ആരോടും പറയല, പറയാത്ത ഒരു അവസ്ഥയായിരുന്നു ഉണ്ടായത്. അതൊരു ആരോടും പറയുകയാണെങ്കിലോ അത് മോശമല്ലേ. ഈ കുടി നിർത്താനായി എന്ന് അല്ലെങ്കിൽ കുടി നിർത്തേണ്ട ഘട്ടമായി എന്ന് ഒരാളുടെ കുടിക്ക് തോന്നിയിട്ടുണ്ടെങ്കിൽ അതിൽ ഞാൻ വിചാരിച്ചു വെച്ചിരിക്കുന്ന കാര്യം എന്തെന്നാൽ, അങ്ങേ അറ്റത്ത് എത്തിയ ഒരാളല്ലേ കുടി നിർത്തുക. അങ്ങേ അറ്റത്ത്, അതായത് ഈ പറഞ്ഞ ഏറ്റവും മോശപ്പെട്ട രീതിയിൽ എല്ലാം നശിച്ച് നഷ്ടപ്പെട്ട് ബന്ധങ്ങളും പോയി, ആരോഗ്യം പോയി, പൈസയൊക്കെ പോയി, എല്ലാം പോയ ആളല്ലേ ഈ കുടി നിർത്തുക. അല്ലാത്തവൻ കുടി കുറച്ചാ പോരെ, വല്ലപ്പോഴും ഒക്കെ കുടിച്ചൂടെ. അതായത് കാലാകാലം കുടി നിർത്തേണ്ട കാര്യം എന്താണുള്ളത്. കാരണം ഈ ഇത്രയും നല്ലൊരു സാധനം വലിയ വലിയ സെലിബ്രിറ്റികളൊക്കെ ആഘോഷമായിട്ട് കുടിക്കുന്ന സാധനം ഈ കുടിക്കാണ്ടിരിക്കേണ്ട കാര്യം തന്നെ. അപ്പൊ അങ്ങനെ കുടി നിർത്തി എന്ന് പ്രഖ്യാപിക്കാൻ ഭയങ്കര മടിയായിരുന്നു.
അതുകൊണ്ട് ഈ കുടി നിർത്തി എന്നുള്ളത് ഇവർ ആരോടും ഷെയർ ചെയ്തിട്ടില്ല. ആരോട് അത് അങ്ങനെ ഷെയർ ചെയ്യാൻ ഒരു ധൈര്യവും വരുന്നില്ല. നമ്മുടെ ഉള്ളിൽ നിന്ന് ഒരു ധൈര്യം വരട്ടെ. കാരണം ഞാനിത് ഇങ്ങനെ പറഞ്ഞു കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ പോയി കുടിച്ചാൽ മോശമല്ലേ. അതുകൊണ്ട് ഞാൻ പറയേയില്ല കുടി നിർത്തി. കുടി ഇങ്ങനെ കൺട്രോൾ ചെയ്ത് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് വിചാരിക്കും. അതൊരു അങ്ങനെ പറയുന്ന എന്താണ്, മോശമല്ലേ? ബലഹീനതയുടെ ലക്ഷണമായിട്ടാണ് ഞങ്ങൾ കണ്ടത്. അതെ, മറ്റൊരു പഴഞ്ചൻ ആശയം ഞങ്ങളെ കബളിപ്പിക്കുകയായിരുന്നു. അതാണ് ഒരു പഴഞ്ചൻ ആശയം. പഴയ ആശയത്തിൽ ഒരു ആശയമാണ് ഞാനൊരു കുടിയനാണ് എന്ന്, അല്ലെങ്കിൽ എനിക്ക് കുടിക്കാൻ പറ്റില്ല, നിയന്ത്രിച്ച് കുടിക്കാൻ ഉള്ള കഴിവ് നഷ്ടപ്പെട്ടു എന്ന് മറ്റൊരാളോട് ഷെയർ ചെയ്യാൻ എനിക്ക് പറ്റില്ലായിരുന്നു. കാരണം അതൊരു മോശപ്പെട്ട ഏർപ്പാടായാണ് എന്നായിരുന്നു എൻ്റെ ഒരു ധാരണ. ആൽക്കഹോളിസമാണ് അപ്പൊ ഈ ആശയം നേരെ തിരിച്ചിട്ടു. ഞാൻ മദ്യത്തിന്റെ ശക്തിഹീനനാണ്, മദ്യം എനിക്ക് പറ്റിയല്ല, എനിക്കത് നിയന്ത്രിച്ച് കുടിക്കാൻ പറ്റില്ല എന്ന് ഞാൻ സമ്മതിക്കാൻ തുടങ്ങി. അതാണ് ഏറ്റവും വലിയ ഒരു ആശയത്തിലൊരു മാറ്റം. എനിക്ക് എപ്പോഴും കൂടി നിർത്താമെന്നുള്ളതിൽ നിന്ന് എനിക്കത് എപ്പോഴും നിർത്താൻ പറ്റൂല. ഞാനൊരു മദ്യാസക്ത രോഗിയാണ്. ഞാനത് ഒരാളോടല്ല, ഞാൻ ഒരുപാട് പേരോട് ഷെയർ ചെയ്യണം. ആരോടും ഷെയർ ചെയ്യാതിരുന്ന ഒരു ആളെന്ന നിലയ്ക്ക് പോയിക്കൊണ്ടിരുന്നപ്പോ ഇപ്പോ ഞാൻ എത്രയോ ആൾക്കാരുടെ മുന്നിൽ പോയിട്ട് ഷെയർ ചെയ്യാൻ തുടങ്ങി. അതാണ് ആ ആ ആശയത്തിന് ഒരു വമ്പൻ ട്വിസ്റ്റാണ് നടന്നത്. ആ അതെ, ഒരു പഴഞ്ചൻ ആശയം ഞങ്ങളെ കബളിപ്പിക്കുകയായിരുന്നു. ഫലരഹിതമായ പരിശ്രമങ്ങൾ ഒറ്റയ്ക്ക് തുടർന്ന് അവ നിരർത്ഥകമാണെന്ന് നിരന്തരമായി തെളിയിക്കപ്പെട്ടപ്പോൾ ഞങ്ങളെക്കാൾ വലിയ ഒരു ശക്തിയെ അന്വേഷിക്കുകയും അതിനെ ആശ്രയിക്കുകയും ചെയ്യുക എന്നത് കൂടുതൽ ബുദ്ധിപൂർവമാവുകയില്ലേ എന്ന് ഒടുവിൽ ഞങ്ങൾ സ്വയം ചോദിച്ചു. പിന്നെ വന്നിട്ടുള്ള ഒരു നല്ല മാറ്റം, ആശയത്തില് മാറിയ ഒരു ആശയം ഈ ഈശ്വരനെ കുറിച്ചുള്ള ആശയം. ഈ വലിയ ശക്തി ഈ വലിയ ശക്തിയെ കുറിച്ച് കുടിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഉണ്ടായിരുന്ന ആശയം, അങ്ങനെ ഒരു ആളുണ്ടെങ്കിൽ, ഞാൻ ഇപ്പൊ ചെറുപ്പത്തിലൊക്കെ മനസ്സിലാക്കി വെച്ചത് ഇത് ഒരാൾ രൂപമാണ്, ഒരാളാണ്. ഇയാൾ എവിടെ ഇരിക്കുന്നത് എന്നുള്ളതിനെ കുറിച്ച് വലിയ ധാരണ ഒന്നുമില്ല. സ്വർഗത്തിലോ ആകാശത്തോ എവിടെയോ ഇരിക്കും, അല്ലെങ്കിൽ അമ്പലത്തിലോ പള്ളിയിലോ ഒക്കെ ഇരിക്കും. അങ്ങനെ ഇരിക്കുന്ന ഞാൻ കണ്ടിട്ടില്ല. അപ്പൊ അങ്ങനത്തെ ഒരാൾ രൂപത്തിലുള്ള ഒരാളാണ് ദൈവം. ആ ദൈവത്തിന്റെ അടുത്ത് നമ്മൾ പോയിട്ട് എന്താ പറയാ, ദൈവം വിചാരിക്കുന്ന പോലെ പോയി ദൈവത്തിനോട് പോയി അപേക്ഷിച്ച് കഴിഞ്ഞാൽ ദൈവം എന്തെങ്കിലും കൊണ്ടുവന്ന് തരുമെന്ന്. അങ്ങനെ ഒരാൾക്ക് പോലും ദൈവം കൊണ്ടുവന്ന് കൊടുത്തിട്ടില്ല. അങ്ങനെ കൊടുക്കുകയാണെങ്കിൽ ദൈവം സൃഷ്ടിച്ച മനുഷ്യൻ എന്ന നിലയ്ക്ക് ദൈവം എല്ലാവർക്കും ഒരുപോലെ കൊടുക്കണ്ടേ എന്നും ഒക്കെ ഉള്ള ഒരു ചിന്തയായിട്ടാണ് നടത്തുന്നത്. ദൈവസങ്കല്പം വളരെ വികലമായ ദൈവസങ്കല്പമാണ്. ഓരോ ഓരോന്നങ്ങനെ ചിന്തിച്ച് കൊണ്ടൊരു അങ്ങനെ ഒരു സംഗതി ഉണ്ടെങ്കിൽ അതുകൊണ്ട് തന്നെ ഈ ദൈവത്തിന്റെ അടുത്ത് പോയി പ്രാർത്ഥിക്കാനൊന്നും വലിയ ഇൻട്രസ്റ്റ് ഒന്നും ഇല്ല. എന്താ പോയി പ്രാർത്ഥിക്കുക? കുറെ സർക്കാർ ഓഫീസിൽ കൊടുക്കുന്ന പോലെ കുറെ അപേക്ഷ കൊടുത്തിട്ട് ആ അപേക്ഷ ഒരെണ്ണം പോലും സൈൻ ചെയ്തിട്ട് പാസ്സാക്കി തന്നിട്ട് കൊടുക്കുന്ന അപേക്ഷകളൊക്കെ അത് അപേക്ഷ കൊടുക്കാന്നുള്ളതല്ലാതെ എന്നിട്ട് കാത്തിരിക്കുകയാണ് അതിന്റെ ഫലം വരാൻ വേണ്ടിയിട്ട്. അതൊട്ട് വരണമില്ല. അപ്പോ പ്രാർത്ഥിച്ചിട്ട് കാര്യമില്ല. അതിപ്പോ എവിടെയാണ് ദൈവം ഇരിക്കുന്നത്? എന്നിട്ട് പിന്നെ ഇങ്ങനെ പറയും ദുഷ്ടന്മാര് പന പോലെ വളരുന്നില്ല, അവരൊക്കെ പള്ളിയിൽ പോകുന്നുണ്ട്, അമ്പലത്തിൽ പോകുന്നുണ്ട്, എന്നിട്ട് അവർക്കൊക്കെ നോക്കി എന്തുമാത്രം സംഗതികൾ കിട്ടുന്നുണ്ട്. അപ്പൊ ദൈവം ഉണ്ടായിരുന്നെങ്കിൽ അത് അങ്ങനെ കിട്ടുമായിരുന്നു. ഞാനാണെങ്കിൽ എത്രമാത്രം പ്രാർത്ഥിച്ചിട്ട് എനിക്ക് തരാതെ ഈ ദുഷ്ടന്മാർക്ക് കൊടുക്കുന്നത് എന്തുകൊണ്ടാണ്? അപ്പൊ അങ്ങനെ ഒരു ദുഷ്ടന്മാരെ പോറ്റുന്നതാണോ ദൈവം? നല്ല മനസ്സുണ്ടായിട്ട് കാര്യമൊന്നുമില്ല, ദൈവം അനുഗ്രഹിക്കുന്നില്ല എന്നൊക്കെ പറഞ്ഞ് ഈ പറയുന്ന ദൈവം ഉണ്ടായിരുന്നെങ്കിൽ എന്ന് പറഞ്ഞിട്ട് കുറേ സംഭവങ്ങൾ പറയും. ഇപ്പൊ ഒന്ന് രണ്ട് യുക്തിവാദികൾ ഉണ്ടായിരുന്നു നമ്മുടെ കൂടെ. അപ്പൊ ദൈവം ഉണ്ടോ ഇല്ലയോ എന്നുള്ള തർക്കവും എന്താ പറയാ പ്രതിവാദങ്ങളൊക്കെ മിക്കവാറും നടക്കുമായിരുന്നു. അപ്പൊ അതിൻ്റെ അകത്തൊക്കെ അവസാനം എത്തിച്ചേരുന്ന ഒരു തീരുമാനം, അങ്ങനെ ഒരു കക്ഷി, അങ്ങനെ ഒരു ദൈവം ഉണ്ടായിരുന്നു എങ്കിൽ അത് ഇങ്ങനെയൊന്നും അല്ല ആവുമായിരുന്നു എന്ന് പറഞ്ഞിട്ട് കുറേ എക്സാമ്പിൾസ് ഒക്കെ ഇങ്ങനെ പറയുമായിരുന്നു. ആൽക്കഹോളിക്സ് അനോണിമസ് വന്നു കഴിഞ്ഞപ്പോ
ആ ദൈവത്തെക്കുറിച്ചുള്ള സങ്കല്പത്തിന് ഭയങ്കരമായ ഒരു ട്വിസ്റ്റ് സംഭവിച്ചു. ആ ട്വിസ്റ്റ് ഇതാണ്: ഈ അദൃശ്യമായ ഒരു പ്രപഞ്ച ശക്തി ലോകത്തുണ്ട്. ഈ പ്രപഞ്ച ശക്തിയുടെ ഒരു അംശമാണ് എന്റെ ഉള്ളിൽ കുടികൊള്ളുന്ന ജീവൻ, ആ ഒരു എനർജി. എന്റെ ആ പ്രപഞ്ചത്തിലെ ശക്തി, ആ ശക്തി എന്റെ ഉള്ളിൽ ഉള്ളത് കൊണ്ടാണ് ഞാനിപ്പോൾ ജീവിച്ചിരിക്കുക എന്ന് പറഞ്ഞാൽ, അല്ലെങ്കിൽ എന്നെ ചലിപ്പിക്കുന്ന ആ എനർജി ബാറ്ററി എന്ന് പറയുന്നത് ഈ പ്രപഞ്ച ശക്തി എന്റെ ഉള്ളിലുള്ളതുകൊണ്ടാണ്. ഇത് മനസ്സിലാക്കിയ പണ്ടത്തെ കുറെ ആൾക്കാരുണ്ടായിരുന്നു. അവരൊക്കെ പറഞ്ഞത് പിന്നീടാണ് മനസ്സിലായത്. ഈ ആ, പരാശക്തി, അതുപോലെ തന്നെ ആ, ആത്മാവ് എന്ന് പറയുന്ന സംഗതി, ആദിപരാശക്തി, പരമാത്മാവ്, ജീവാത്മാവ് എന്നൊക്കെ പറഞ്ഞത്, അഹം ബ്രഹ്മാസ്മി, എന്റെ ഉള്ളിൽ തന്നെയാണ് ദൈവമുള്ളത്, തത്വമസി, അത് നിന്റെ ഉള്ളിലാ ഉള്ളതെന്നും ഒക്കെ ഓരോ സ്ഥലത്തു നിന്ന് ഇങ്ങനെ പറഞ്ഞപ്പോ അത് അത്ര കാര്യമായിട്ടൊന്നും എടുത്തില്ലെങ്കിൽ പോലും ഇതിൻ്റെ അകത്ത് വന്ന് കുറെ കാലം കഴിഞ്ഞപ്പോഴേക്കും എനിക്ക് മനസ്സിലായി, എന്റെ ഉള്ളിൽ എന്റെ ശരീരത്തെ പ്രവർത്തിപ്പിക്കുന്ന ഒരു ബാറ്ററി ഉണ്ട്. ഈ ബാറ്ററിയാണ് ഈ ഈശ്വരൻ എന്ന് പറയുന്നത്. ആ ബാറ്ററിക്ക് ശക്തി, വേണ്ടത്ര ശക്തി ഉണ്ടെങ്കിൽ ഈ യന്ത്രം നന്നായി പ്രവർത്തിക്കും. ആ ബാറ്ററിക്ക് ശക്തി പകരണമെങ്കിൽ, ചാർജ് ഉണ്ടാവണമെങ്കിൽ അത് ചാർജ് ചെയ്താൽ മതി. അത് ചാർജ് ചെയ്യാൻ വളരെ ഈസി ആയിട്ട് ചാർജ് ചെയ്യാവുന്ന കുറെ സംഭവങ്ങളുണ്ട്. അതാണ് ശരിക്കും ഈ പ്രാർത്ഥന എന്ന് പറയുന്ന സംഗതി അങ്ങനെ വന്നതാണ്. പക്ഷെ അത് കാണിക്കുന്ന കുറെ ആക്ഷനും ചെയ്യുന്ന കുറെ പ്രവർത്തികളും ചടങ്ങുകളും കൊണ്ട്, ഈ ആക്ഷനിലും ചടങ്ങുകളിലും മാത്രം ശ്രദ്ധിച്ചുകൊണ്ട് അതിന്റെ ഉള്ളിലൂടെ നടക്കുന്ന ആ ഒരു പ്രോസസ്സ് കാണാതായി. നമ്മുടെ ഉള്ളിലേക്ക് ഈ ഈശ്വര ചൈതന്യത്തെ ആവാഹിച്ച് എടുക്കാനുള്ള അറിവില്ലാതെ, അതിന് ആദ്യം ശക്തി ഉണ്ട് എന്ന് വിശ്വസിക്കണം. 100% വിശ്വസിച്ചു. അങ്ങനെ ഒരു പ്രപഞ്ച ശക്തി ഉണ്ട്, അത് ഈ പ്രപഞ്ചം നിറയുണ്ട്. അതെന്റെ ഉള്ളിലും അതിന്റെ ചാർജിങ് സ്പോട്ട്, ആ എനർജിയെ, പ്രപഞ്ച എനർജിയെ എന്റെ ഉള്ളിലേക്ക് ഞാൻ ചാർജ് ചെയ്താൽ മാത്രമേ എത്തുള്ളൂ എന്ന് മനസ്സിലായി. അങ്ങനെ ചാർജ് ചെയ്യാൻ വേണ്ടി ഈ ശാന്തമായിരുന്നു അത് ചാർജ് ചെയ്യുന്നതായിട്ട് സാങ്കല്പിക ചാർജിങ് ആണ്. സങ്കല്പമാണ് അത് നടക്കുന്നത് മനസ്സിൽ. അപ്പൊ ഈ മനസ്സിലൂടെ ഈ എനർജി എന്റെ ഉള്ളിലേക്ക് വന്ന് എന്റെ മനസ്സിന്റെ ബാറ്ററിയെ ചാർജ് ആവും. എനിക്ക് ശക്തി വർദ്ധിക്കുന്നു, എന്റെ ശക്തി വർദ്ധിച്ചുകൊണ്ടിരിക്കുന്നു. അങ്ങനെ വർദ്ധിച്ചു കഴിഞ്ഞാൽ അത് പൂർണ്ണമായും ചാർജ്ഡായി, 100% ചാർജ് ആയി എന്ന് തോന്നുമ്പോൾ ആ ചാർജിങ് നിർത്തിപ്പോരാവുന്നുള്ളൂ. പിന്നെ എപ്പോഴെങ്കിലും ബാറ്ററി ചാർജ് പോവുകയാണെന്നുണ്ടെങ്കിൽ അന്നേരം പോയി ഒന്നും കൂടി ചാർജ് ചെയ്യാം. ഈ ചാർജ് ചെയ്യാൻ ശാന്തമായി ഒരു സ്ഥലത്തിരുന്ന് ഈ ചാർജിനെ നമുക്ക് ഉള്ളിലേക്ക് എടുക്കാം. ഉള്ളിലേക്ക് എടുക്കാൻ വേണ്ടി ഞാൻ കണ്ടെത്തിയിട്ടുള്ള ഒരു മാർഗം, ഓരോ ശ്വാസം വലിക്കുമ്പോഴും ഈ ചാർജിങ് ആണ് നടക്കുന്നത് എന്ന് ഞാൻ വിശ്വസിക്കാൻ തുടങ്ങി. ഒരു സാങ്കല്പിക വിശ്വാസം. ഓരോ ശ്വാസവും മെഡിറ്റേഷനിൽ കുറച്ചു നേരം ഇരുന്ന് ഓരോ ശ്വാസത്തിലും എന്റെ മനസ്സ് ചാർജ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഞാനിപ്പോ ഫുൾ ചാർജ് ആയിക്കൊണ്ടിരിക്കുകയാണ്. എന്റെ എല്ലാ ആകുലതകളും മാറിക്കൊണ്ടിരിക്കുന്നു, എന്റെ എല്ലാ വിഷമങ്ങളും മാറിക്കുന്നു, എന്റെ സന്തോഷം കൊണ്ടിരിക്കുന്നു, എന്റെ പ്രയാസങ്ങൾ മാറിക്കൊണ്ടിരിക്കുന്നു, ഞാൻ ഉന്മേഷവാനായിരിക്കുന്നു, ഞാൻ നന്ദിയുള്ളവനായിരിക്കുന്നു, ഞാൻ സ്നേഹമുള്ളവനായിരിക്കുന്നു, ഞാൻ വിവേകമുള്ളവനായിരിക്കുന്നു, ഞാൻ ശക്തിമാനായിരിക്കുന്നു, ധൈര്യശാലിയായിരിക്കുന്നു. ഇതെല്ലാം എനിക്കിപ്പോ കിട്ടിക്കൊണ്ടിരിക്കുകയാണ്. ഞാൻ അതൊക്കെ ആയി എന്ന് ഓരോ ശ്വാസം വലിക്കുമ്പോൾ ഞാനിങ്ങനെ ഈ പറയുന്ന പ്രപഞ്ച എനർജിയെ എന്റെ ഉള്ളിലേക്ക് ഞാനിങ്ങനെ അത് എന്താ പറയാ കയറ്റുന്നു. കയറുന്ന സമയത്ത് 100% വിശ്വാസമുള്ള ഒരു സമയത്ത്
ഇതിനകത്തിരിക്കുന്നത്. കാരണം അത് ഫീൽ ചെയ്യും അങ്ങനെയാണെങ്കിൽ. നമ്മുടെ അതിന് നമുക്ക് ഏറ്റവും നല്ല സ്ഥലം വേണമെങ്കിൽ വീട്ടിൽ നിന്ന് ചാർജ് ചെയ്യാം, അല്ലെങ്കിൽ ഏതെങ്കിലും ചാർജിങ് സ്പോട്ടിൽ ചെന്നിട്ട് ചാർജ് ചെയ്യാം. ചാർജിങ് സ്പോട്ടുകളാണ് ശരിക്കും അമ്പലവും പള്ളിയും മോസ്കും ഒക്കെ ചാർജിങ് സ്പോട്ടുകളാണ്. അവിടെ ചെന്നിരുന്നാൽ ചാർജിങ് കുറച്ചും കൂടി എളുപ്പം നടക്കും. കാരണം മനസ്സിന്റെ ശാന്തതയാണ് ആദ്യം വേണ്ടത്. എല്ലാവരും ചാർജ് ചെയ്യാൻ വേണ്ടി നിൽക്കുന്ന ഒരു സ്ഥലത്താവുമ്പോൾ അവിടെ എല്ലാവരും മാനസികമായി ഈ തയ്യാറെടുപ്പിലായതുകൊണ്ട് ഒരു ശാന്തത ഉണ്ടാവും. ആ ശാന്തതയിൽ ചാർജിങ് വേഗം നടക്കും. അതല്ല വീട്ടിൽ നിന്നാണ് നമ്മൾ ചാർജ് ഉണ്ടെങ്കിൽ ചിലപ്പോൾ അപ്പൻ ഭാര്യ അവർക്ക് വിളിക്കും, മക്കൾ ഇവിടുന്ന് വിളിക്കും, അവിടെ ഒച്ചപ്പാട് കഴിഞ്ഞ് ഇവിടെ ഒച്ചപ്പാട് നിർത്തി നമ്മുടെ ശാന്തത കുറച്ച് കുറയാനുള്ള സാധ്യതയുണ്ട്. എന്നിരുന്നാലും അതിരാവിലെ എഴുന്നേറ്റ് ആണ് ചെയ്യുന്നതെങ്കിൽ ഒരു ശല്യവും ഇല്ലാതെ ചാർജിങ് അതല്ല ശ്രദ്ധിക്കാണ്. ഇനി അതല്ല ശാന്തമായ എപ്പോഴാണെങ്കിലും അത് നടത്താൻ പുറമേ നിന്നുള്ള ഡിസ്റ്റർബൻസ് ഇല്ലാതെ മനസ്സിനെ ഏകാഗ്രമാക്കിയിരുത്തി ഈ പറയുന്ന മനസ്സിലേക്ക് ഈ പ്രപഞ്ച ശക്തിയെ നമ്മുടെ ഉള്ളിലേക്ക് നമ്മൾ തന്നെ പ്രവഹിപ്പിക്കുകയാണ് എങ്കിൽ അവിടെ നമ്മളിൽ ഒരു അപാരമായ ഒരു ശക്തി ഉണ്ടാകും എന്നുള്ള ഒരു തിരിച്ചറിവ്. ഈ പറയുന്ന പ്രപഞ്ച ശക്തിയെയാണ് ഈശ്വരൻ എന്ന് പറയുന്നത് എന്ന് ഞാൻ പിന്നീട് മനസ്സിലാക്കി. ആദ്യം ഞാൻ എൻ്റെ ഈശ്വരൻ എന്ന് പറയുന്നത് ദൂരെയുള്ള ആകാശത്തെ ഇരിക്കുന്ന ഒരു ശക്തിയായിട്ടും അല്ലെങ്കിൽ ശബരിമലയിൽ ഇരിക്കുന്ന, പിന്നീടൊക്കെ ഞങ്ങൾ ഭയങ്കര തർക്കമൊക്കെ നടത്താനും ഈ ശബരിമലയില് ഇരിക്കുന്ന അയ്യപ്പന്റെ ശക്തിയുള്ളവരാണെങ്കിലും കൊല്ലത്തില് ഒരു 2 മാസം 49 ദിവസം 2 മാസമാണ് അവിടെ. അപ്പൊ ബാക്കിയുള്ള സമയം അമ്പലങ്ങളിലാണ് ഉള്ളത് എങ്കിൽ അമ്പലത്തിന്റെ വാതില് നട ഒരു സന്ധ്യയാകുമ്പോൾ അവിടെ അടങ്ങി, പിന്നെ രാവിലെ തുറക്കും, ഈ രാത്രി. ഇങ്ങനെയായിരുന്നു ആ കാലത്തൊക്കെ ഉണ്ടായിരുന്ന ചർച്ച. അതായത് ദൈവം ഇങ്ങനെ വാതിലടച്ച് പോവാണ്, ഇവര് തുറക്കണല്ലോ, നട തുറന്നാൽ മാത്രമേ ദൈവം. നട അടച്ചിട്ടാണെങ്കിൽ ഇപ്പൊ പള്ളിയാണെങ്കിൽ പള്ളി അടച്ചു, മോസ്കും അടച്ചു. അപ്പൊ അങ്ങനെ അടച്ചു പോകുന്ന സമയത്ത് ഈ ഈ ദൈവം അതിന്റെ ഉള്ളിൽ ഇരിക്കുകയാണ്. അപ്പൊ പിന്നെ നമ്മുടെ കാര്യം എങ്ങനെ? ഇത് ഒരു സംശയം ഉണ്ടായിരുന്നു. പക്ഷെ ഇപ്പോ ആ സംശയം എനിക്ക് വളരെ ക്ലിയർ ആയിട്ട് മാറി എന്നുള്ളതാണ്. അവിടെ ഒരു ശാന്തമായ സ്ഥലമാണ്. അത് തുറന്നാൽ തുറക്കുമ്പോൾ അവിടെ പോയി ഇരുന്നാൽ നമുക്ക് ഈ ശാന്തമായ ഒരു ചാർജിങ് ഈശ്വരനെ നമ്മുടെ ഉള്ളിലേക്ക് ആവാഹിച്ചെടുക്കാൻ കഴിയും. അതല്ലെങ്കിൽ നമുക്ക് വീട്ടിൽ നിന്ന് ഏത് സമയത്തും യാത്രയുടെ സമയത്ത്, ഞാനിപ്പോ യാത്ര പോകുന്ന സമയത്ത് പോലും എനിക്കിത് ചെയ്യാൻ കഴിയും. ഏതെങ്കിലും നെഗറ്റീവ് ചിന്ത വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ ആ ചിന്ത വരുമ്പോഴേക്കും മനസ്സിന്റെ നെഗറ്റീവ് ചിന്തയ്ക്ക് ഒരു കുഴപ്പമില്ല. ഒരു നെഗറ്റീവ് ചിന്ത വന്നാൽ അതിനോട് മാലയിട്ട് 10-25 ചിന്ത ഇങ്ങോട്ട് വരും. അതിങ്ങനെ വരിക ചെയ്യുക. ഏതെങ്കിലും ഒരു ഇഷ്ടമില്ലാത്ത ഒരാളെ കണ്ടാൽ പിന്നെ അതായി, പിന്നെ അയാളെ കുറിച്ച്, പിന്നെ അയാളെ കുറിച്ച് മാത്രമല്ല അതുപോലെ ഇഷ്ടമില്ലാത്ത കുറെ ആൾക്കാരെ കുറിച്ച് അതോടുകൂടി അങ്ങോട്ട് ഡൗൺ ആവും. ഒരു നഷ്ടം പറ്റിയാവാൻ ഒരു ഒരു ചെറിയ നഷ്ടം പറ്റിക്കഴിഞ്ഞാൽ ഈ നഷ്ടം വന്നതിനെ കുറിച്ച് ആലോചിച്ച് കഴിഞ്ഞാൽ ഇതിനു മുമ്പ് വന്ന ഈ പണ്ട് മുതൽ വന്ന നഷ്ടത്തെ കുറിച്ചൊക്കെ ചിന്തയുണ്ട്. അപ്പൊ അതോടുകൂടി അങ്ങോട്ട് ഡൗൺ. ഏതൊരു നെഗറ്റീവ് വന്നു കഴിഞ്ഞാലും ആ നെഗറ്റീവിന്റെ അതേ റേഞ്ചിലുള്ള ഒരു 1000 നെഗറ്റീവ് ചിന്ത മാലയിട്ട് കൂടെ കയറി വരും. അങ്ങനെ കയറി വന്നപ്പോഴത്തേക്കും പെട്ടെന്ന് ഡൗൺ ആവും. നല്ല ഉഷാറായി നിൽക്കുന്ന ആളെ പെട്ടെന്ന് എന്ത് പറ്റി, ഒരു മൂഡ് ഓഫ്. മൂഡ് ഓഫ് വരാൻ കാരണം മിണ്ടാണ്ടിരുന്ന അവിടെ മനുഷ്യൻ അല്ലേ തന്നെ സ്വസ്ഥയില്ലാണ്ട് കേട്ടോ, ഓരോരോ പരിപാടിയായിട്ട്. എന്ത് പറ്റിയേ? ഒന്നും ഇല്ലെന്ന് പറഞ്ഞില്ലേ, പിന്നെ മിണ്ടാതേക്ക് ഇത് പറഞ്ഞിട്ട് പെട്ടെന്ന് അങ്ങോട്ട് ദേഷ്യം പിടിക്കും. അതേ അതുവരെ വലിയൊരു കുഴപ്പമില്ലാതിരിക്കുന്ന സമയത്താണ് ഏതോ ഒരു കാര്യം ആലോചിച്ചിട്ട് ഈ നെഗറ്റീവിലേക്ക് പോകും. പിന്നെ ഒന്നും പറയണ്ട, അപ്പത്തേക്ക് എനർജി അങ്ങോട്ട് പോവുകയായി. പിന്നെ ഈ എനർജി പോയ എനർജിയെ വീണ്ടും ഒരു എനർജി ആക്കി എടുക്കണമെങ്കിൽ എത്ര സമയം കഴിയണമായിരുന്നു അറിയോ നേരത്തെ. ആ എനർജി പിന്നെ പോയി കിടന്ന് ഉറങ്ങണം. ചിലപ്പോൾ ആ ദിവസം മുഴുവനും അതിന്റെ പുറകെ പോയിട്ട് പിന്നെ ഒരു ഉറക്കമൊക്കെ ഉറങ്ങി എഴുന്നേറ്റ് കഴിയുമ്പോഴാണ് ആ ചിന്ത മറന്നത്. പക്ഷെ ഇപ്പോ അത്തരം ഒരു നെഗറ്റീവ് ചിന്ത വന്ന എനർജി പോവുകയാണ് എന്ന് മനസ്സിലായാൽ അപ്പൊ തന്നെ ആ എനർജിയെ ഫുൾ ചാർജ് നഷ്ടപ്പെട്ട എനർജിയെ ഫുൾ ചാർജ് ആക്കാനുള്ള
എല്ലാ ടെക്നിക്കുകളും പഠിച്ചതുകൊണ്ട് ഒരു 2 മിനിറ്റ് നേരെ എവിടെയെങ്കിലും ഇരുന്ന് ഒരു 5-8 പ്രാവശ്യം ശ്വാസമൊക്കെ വലിച്ചു വിട്ട് ദീർഘശ്വാസമൊക്കെ വലിച്ചു വിട്ട് ഈ എനർജിയെ നമുക്ക് നമ്മുടെ ഉള്ളിലേക്ക് അങ്ങോട്ട് ആവാഹിച്ച് കഴിയുമ്പോൾ ആ പ്രശ്നങ്ങളെല്ലാം അങ്ങോട്ട് തരും. പിന്നെ ഒരു നെഗറ്റീവ് ചിന്ത വരുമ്പോ തന്നെ എന്തിനാ അങ്ങനെ ചിന്തിക്കുന്നത് എന്ന് പറഞ്ഞിട്ട് ഈ ഏഹ്, ഈ എനർജിയെ നമ്മുടെ ഉള്ളിലേക്ക് വലിച്ചങ്ങോട്ട് എടുക്കുക. അപ്പോഴേക്കും നമ്മുടെ കണ്ണങ്ങോട്ട് തെളിയും, മുഖം തെളിയും. അത് പിന്നെ പിന്നെ കാണുന്ന കാഴ്ച പിന്നെ ആ ചിന്തയെ അങ്ങോട്ട് പോയി, ആ നെഗറ്റീവ് ചിന്തയെ അങ്ങോട്ട് പോയി. പിന്നെ കാണുന്ന കാഴ്ചയും പറഞ്ഞ കാര്യങ്ങളൊക്കെ നല്ല ഉഷാറായിട്ട്. അപ്പൊ ഞാൻ ഒടുവിൽ മനസ്സിലാക്കി, ഇതാണ് ഈശ്വരൻ എന്ന് പറയുന്നത്. ഇതാണ് ഈശ്വരന്റെ ഒരു അനുഗ്രഹം എന്ന് പറയുന്നത്. നമ്മൾക്ക് ഈ നമ്മുടെ ഉള്ളിലെ തീജ്വാലയെ ആഹ്, ആഹ്, തിരിനാളത്തെ കത്തിച്ച് തീജ്വാലയാക്കി മാറ്റുന്ന ഒരു ശക്തിയെയാണ് ഈ ഈശ്വരൻ എന്ന് പറയുന്നത്. അപ്പൊ നേരത്തെ പുറമേ എവിടെയോ ഉണ്ടായിരുന്നതാണ് ഈശ്വരൻ എന്നിടത്ത് നിന്ന് ആ ആശയത്തെ മാറ്റി ഈ ഈശ്വരൻ എന്റെ ഉള്ളിലുണ്ട്. എന്റെ അതാണ് ഈശ്വരന്റെ അംശം എന്റെ ഉള്ളിലുണ്ട്. അതാണ് ആത്മാവ്. ഈ ആത്മാവ് എന്നിൽ നിന്ന് പോകുമ്പോൾ ഞാൻ ഈ ഈ ആത്മാവ് എന്ന് പറയുന്നതാണ് ഞാൻ 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 എന്ന് പറയുന്നത്. ഞാൻ എന്ന് പറയുന്ന ആൾക്ക് ഇരിക്കാനുള്ള സ്ഥലമാണ് എന്റെ ശരീരം. എന്റെ ശരീരമാണ്. എന്റെ എന്റെ ശരീരമാണ്. എന്റെ കണ്ണാണ്. എന്റെ കാലും എന്റെ കയ്യുമാണ്. അപ്പൊ ഞാൻ എന്ന് പറയുന്നത് ഈ ആത്മാവ്, ഈ ശക്തി. അപ്പോ എനിക്ക് ദൈവം തന്നിട്ടുള്ളത് ഒരു ശരീരം തന്നു. അത് എങ്ങനെ നീ നന്നായി ഉപയോഗിക്കുന്നുവോ അപ്പോൾ നീ വിജയത്തിലേക്ക് എത്തും. നിനക്ക് ഒരുപാട് ഉപകരണങ്ങൾ തന്ന പോലെ, നിനക്ക് വീട് തന്നതുപോലെ, നിനക്ക് വണ്ടി തന്നതുപോലെ, നിനക്ക് മറ്റേ കുറെ സാധനങ്ങൾ തന്നതുപോലെ നിനക്ക് ശരീരവും തന്നിട്ടുണ്ട്. ഈ ശരീരത്തെ നീ വേണ്ട വിധത്തിൽ ഉപയോഗിക്കുകയാണെങ്കിൽ നിനക്ക് വിജയിക്കാം. എല്ലാ സെറ്റപ്പും ഉള്ള നല്ലൊരു മെഷീനറി നിനക്ക് തന്നിട്ടുണ്ട് ശരീരത്തെ. അപ്പൊ ഞാൻ എന്ന് പറയുന്നത് ഞാനും ഈ ശരീരവും കൂടെ ഉൾപ്പെട്ടതാണ് ഞാൻ എന്നുള്ളിടത്ത് നിന്ന് മാറിയിട്ട് ഞാൻ എന്ന് പറയുന്നത് എന്റെ ജീവനാണ്. ഈ രൂപം എന്ന് പറയുന്നത് എന്റെ ശരീരമാണ്. ഞാൻ തിരിച്ചറിഞ്ഞു. എന്റെ വാഹനം എല്ലാ ദിവസവും അല്ലെങ്കിൽ ആഴ്ചയിൽ ഒരു ദിവസമെങ്കിലും കഴുകി വൃത്തിയാക്കും. ബാക്കിയുള്ള സംഗതികളെല്ലാം ഞാൻ വൃത്തിയാക്കും. എന്റെ ശരീരത്തിലെ തന്നെ ഞാൻ പല്ല് തേക്കും, മുഖം കഴുകും, കൈയും കാലും ഒക്കെ കഴുകും, കക്കൂസിലും പോകും, മൂത്രം ഒഴിക്കും. അതൊക്കെ ശരിയാക്കുമെങ്കിൽ പോലും എന്റെ ശരീരത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഭാഗം എന്ന് പറയുന്നത് ബാറ്ററി, അതിന് ക്ലിയർ ആക്കിയിട്ടില്ല. എന്റെ ശരീരത്തെ ഒക്കെ ഞാൻ കുറെയൊക്കെ നന്നാക്കി കൊണ്ട് നടന്നെങ്കിലും അതിനെ പ്രവർത്തിപ്പിക്കുന്ന ഒരു ഞാൻ കുടിയിരിക്കുന്ന ഒരു സ്ഥലമുണ്ട്. അതിന്റെ ഒരു ബാറ്ററി എന്ന് പറയുന്ന അവിടെ ഫുൾ നെഗറ്റീവ് ചിന്തകളും ഒക്കെ ആയിട്ടുള്ളത്. അവിടെ ഒന്ന് ക്ലീൻ ചെയ്യാനുള്ള ഒരു ശ്രമം നടത്തിയപ്പോൾ എനിക്ക് അവിടെ സ്വസ്ഥമായിട്ട് ഇരിക്കാൻ സാധിക്കുന്നു. എനിക്ക് എന്റെ ശരീരത്തെ ശരിയായി ഉപയോഗിക്കാൻ പറ്റുന്നു. അതിന് അത് എല്ലാ ദിവസവും അത് ഈ ഒരു ക്ലീനിങ് പ്രോസസ്സ് നടത്തേണ്ടതുണ്ട്. അതിനു വേണ്ടിയിട്ട് അത് കൂടാതെ ഈ പറയുന്ന മനസ്സിന്റെ ശക്തി വർദ്ധിപ്പിക്കേണ്ടതുണ്ട്. അതിന് കുറച്ചു നേരമെങ്കിലും മെഡിറ്റേഷൻ ഇരുന്ന് കുറച്ചു നേരമെങ്കിലും പ്രാർത്ഥിച്ച്, പ്രാർത്ഥന എന്ന് പറയുന്നത് ഈ പറയുന്ന ശക്തിയെ നമ്മുടെ ഉള്ളിലേക്ക് ആവാഹിക്കും. അതിന് ഞാൻ ഇവർക്ക് പറഞ്ഞിട്ടുണ്ട്, 5 സ്റ്റെപ്പ് എങ്കിലും ചുരുങ്ങി, 5 അതിൽ കൂടുതൽ മിനിമം ഒരു 5 സ്റ്റെപ്പ് എങ്കിലും ഉണ്ടെങ്കിൽ ഈ ഒരു സംഗതി നടക്കും. ഒന്ന്, ഈ പ്രപഞ്ച ശക്തി അത് നമ്മളുടെ ചുറ്റുമുണ്ട്, നമ്മുടെ മുറിക്കകത്തുണ്ട്. ആ പ്രപഞ്ച ശക്തി ആര് വിളിച്ചാലും, ആത്മാർത്ഥമായി വിളിച്ചാലും അവന്റെ ഉള്ളിലേക്ക് പോകും. അപ്പൊ ഞാൻ വിളിച്ചാലും എന്റെ ഉള്ളിലേക്ക് വരും. അപ്പൊ പിന്നെ രണ്ടാമത്തെ വിശ്വാസം, മൂന്നാമത്തെ വിശ്വാസം, അത് ഞാൻ ഉള്ളിലേക്ക് വിളിച്ചുകൊണ്ടിരിക്കുമ്പോൾ അത് വന്നുകൊണ്ടിരിക്കുകയാണ്, എന്റെ ഉള്ളിലേക്ക് പ്രവേശിച്ചുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ വിശ്വസിച്ചു. നാലാമത്തെ വിശ്വാസം എന്ന് പറഞ്ഞാൽ അത് എന്റെ ഉള്ളിലേക്ക് പ്രവേശിച്ചു കഴിഞ്ഞു, എന്റെ ഉള്ളിലെത്തി കഴിഞ്ഞു. അഞ്ചാമത്തെ വിശ്വാസം, ഞാൻ ഫുൾ ചാർജഡായി കഴിഞ്ഞു. അപ്പൊ ദൈവം, ഈശ്വരന്റെ ശക്തി എന്റെ ഉള്ളിലായി കഴിഞ്ഞു. അപ്പൊ ദൈവത്തിന്റെ ഒരു ശക്തി എന്റെ ഉള്ളിലുണ്ട്.
അതുകൊണ്ട് എനിക്ക് ഭയപ്പെടാനില്ല. ഞാൻ ശക്തനായി കഴിഞ്ഞിരിക്കുന്നു. ഞാൻ ശക്തനായി കഴിഞ്ഞിരിക്കുന്നു. ഞാൻ എന്നോട് തന്നെ ഒരു 10 തവണ പറയുന്നു, ഞാൻ ശക്തനായി കഴിഞ്ഞിരിക്കുന്നു. ദൈവം എന്റെ ഉള്ളിലേക്ക് പ്രവേശിച്ചിരിക്കുന്നു. ഈ പറയുന്ന അതും 5 സ്റ്റെപ്പ് വിശ്വാസം ഞാൻ. അപ്പോൾ എനിക്ക് കിട്ടിയ ഒരു വലിയ ഗുണം എന്താന്ന് വെച്ചാല്, ഏത് എനർജി പോകുന്ന സമയത്ത് ഈ എനർജിയെ ലേക്ക് എടുക്കാനുള്ള ഒരു പ്രാക്ടീസ് കിട്ടി. ഇത് ഞാൻ വേറെ ഒന്ന് രണ്ട് എന്താ പറയാ ട്രെയിനിങ് പ്രോഗ്രാമിലൊക്കെ പോയിട്ടാണ് ഞാൻ ഈ ഒരു സംഗതി പഠിച്ചത്. അത്ര എളുപ്പമല്ലായിരുന്നു. കാരണം എന്റെ നേരത്തെ ഉണ്ടായിരുന്ന കൺസെപ്റ്റിൽ അങ്ങനെ നിൽക്കുകയായിരുന്നു. ഇപ്പോ എന്താണ് ഗുണം എന്ന് വെച്ച് കഴിഞ്ഞാല്, ഏത് സമയത്തും ഈ പറഞ്ഞ എനർജിയെ നമ്മുടെ ഉള്ളിലേക്ക് എടുക്കാം. ഈ നെഗറ്റീവ് ആയെന്ന് തോന്നി ഡൗൺ ആവുകയാണെന്ന് തോന്നിയാൽ അപ്പൊ അവിടെ ഇരുന്നിട്ട് ഈ നെഗറ്റീവ് ശക്തിയെ വളരാൻ സമ്മതിക്കാതെ അതിനപ്പം തന്നെ നശിപ്പിച്ചിട്ട് പോസിറ്റീവ് എനർജി, ഈ ദൈവത്തിന്റെ എനർജിയെ ഉള്ളിലേക്ക് കയറ്റാനുള്ള എല്ലാ എന്താ പറയാ പരിശീലനവും കിട്ടിയിട്ടുണ്ട്. ഞാന് ഒരിക്കലും ഞാൻ ഇതേ കാര്യം ഗൾഫിലുണ്ടായിരുന്ന ഒരു, ഈ ഗ്രൂപ്പിലാണോ ജ്വാലയിലാണോ എന്നറിയില്ല, ഉണ്ടായിരുന്ന ഒരു റഹീം എന്ന് പറയുന്ന ഒരാള്. അയാൾക്ക് നീ ഒരു പണി ചെയ്തോ, 5 നേരവും നിസ്കരിക്കുമ്പോ ഈ പണി ചെയ്തോളാൻ പറഞ്ഞു. ഈ എനർജിയെ നീ ഈശ്വരന്റെ ദൈവത്തിന്റെ അള്ളാഹുവിന്റെ ശക്തിയെ ഉള്ളിലേക്ക് ആവാഹിക്കുന്ന ഒരു പരിപാടിക്ക് 5 നേരം ചെയ്യുന്ന ആളാണ് നിങ്ങൾ. അതുകൊണ്ട് രാവിലെ 5 മണിക്ക്, ഉച്ചയ്ക്ക് 12:30-ക്ക്, വൈകുന്നേരം 4 മണിക്ക്, വൈകുന്നേരം 6:30-ക്ക്, പിന്നെ 7:30-ക്കൊക്കെ 5 നേരവും ഫുൾ ചാർജിലാക്കി ഇറക്കുന്ന ആൾക്കാരാണ് നിങ്ങളെ സംഭവിച്ചിരിക്കുന്നത് പറഞ്ഞ്. അപ്പോ ആ ഒരു പ്രോസസ്സ് അത്രയും ഒന്നും 5 നേരം ചെയ്യുകയാണെങ്കിൽ അത് ഏറ്റവും നല്ലത്. ഇനി 5 നേരത്തിൽ കൂടുതൽ എത്ര നേരം ചെയ്താലും കുഴപ്പമില്ല. മിനിമം 2 നേരമെങ്കിലും ചെയ്തില്ലെങ്കിൽ ആ ദിവസം പോക്കാന്നുള്ളത് ഞാൻ മനസ്സിലായി. രാവിലെ എഴുന്നേക്കാൻ പാടെ ഫുൾ എനർജിയെ ആവാഹിച്ചെടുക്കുക, വൈകുന്നേരവും ഇതേപോലെ ഫുൾ എനർജിയെ ആവാഹിച്ചെടുക്കുക. അത് നമുക്ക് അൺലിമിറ്റഡ് ആയിട്ട് ഈ എനർജി നമുക്ക് എപ്പോൾ ചോദിച്ചാലും തരുന്ന ഒരു ശക്തി ഉള്ളപ്പോൾ പിന്നെ എന്തിനാണ് ഭയപ്പെടാനിരിക്കുന്നത്? അപ്പൊ ഞാൻ പറഞ്ഞു വന്നത്, ഈ ആശയത്തെ നേരത്തെ ഉണ്ടായിരുന്ന ഒരു അമ്പലത്തിൽ പോവില്ല, പള്ളിയിൽ പോവില്ല, അതൊക്കെ ഉത്സവത്തിന് പോവുക എന്നുള്ളതല്ലാതെ ഈ ആർക്കാൻ വേണ്ടിയിട്ട് കുറെ ഈ പൂജയ്ക്ക് വേണ്ടിയിട്ട് ഈ വഴിപാടൊക്കെ നേരുക, എന്നിട്ട് ഇങ്ങനെ കാത്തു നിൽക്കുക എന്നുള്ള എന്നിട്ട് ഈ അനുഗ്രഹത്തിന് വേണ്ടി കാത്തു നിൽക്കുക, ലോട്ടറി എടുത്തിട്ട് അത് അടിക്കുമെന്ന് കാത്തു നിൽക്കുന്ന പോലെ കാത്തു നിൽക്കുക, സർക്കാർ ഓഫീസിൽ അപേക്ഷ കൊടുത്തിട്ട് അത് പാസ്സാക്കുന്നത് പോലെ കാത്തു നിൽക്കലായിരുന്നു ഈശ്വരനെ കുറിച്ചുണ്ടായിരുന്ന ചിന്തയെങ്കിൽ ആ ആശയത്തെയാണ് ഇവിടെ കമ്മ്യൂണിസ്റ്റ് നടത്തി മാറ്റിയത്. ആർക്കാണോ വേണ്ടത് ആ അയാൾക്ക് അയാളുടെ ഈശ്വരനെ അയാളുടെ ഉള്ളിലേക്ക് ആവാഹിച്ചെടുക്കാൻ സാധിക്കും. അയാൾ വിളിച്ചു വരുത്തിയാൽ മതി എന്ന് മനസ്സിലായി. എന്നാൽ ഈ ആവാഹിക്കാതെ ഈ ഉള്ളിൽ പ്രവർത്തിച്ചിരുന്ന ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു, ചെറുപ്പം, 10-20 വയസ്സ് വരെ. അതിനുശേഷമാണ് ഈ ആവാഹിക്കാതെ ഉള്ളിലേക്ക് വരൂല എന്ന് ഈ ദൈവം തീരുമാനിച്ചത് എന്ന് ഞാൻ മനസ്സിലാക്കി. കാരണം നമ്മൾ വളർന്നു വരുന്നോളം വരെ ദൈവത്തിന്റെ കൈകളിലായിരുന്നു. അന്ന് നമ്മൾ ഓടിയാലും വീണാലും ഒന്നും പറ്റില്ലായിരുന്നു. ചാടിയാലും മറിഞ്ഞിട്ട് വീണാലും വെള്ളത്തിൽ ചാടിയാലും ഒന്നും പറ്റില്ല. ഫുട്ബോൾ കളിച്ചാലും മരത്തിൽ കയറി വീണാലും ഒന്നും പറ്റില്ലായിരുന്നു. കാരണം അന്നൊക്കെ ഈ ദൈവം നമ്മളെ പുഷ്പം പോലെ നോക്കിയിട്ടുണ്ട്. ആ സമയത്ത് ദൈവം നമ്മളുടെ കൂടെ, ഈ ശക്തി നമ്മളുടെ കൂടെ ഉണ്ടായിരുന്നു. പക്ഷെ പിന്നീട് നമ്മൾ പ്രായപൂർത്തിയായതോടുകൂടി ഈ ശക്തി മെല്ലെ പുറത്തേക്ക് മാറി. പിന്നെ ആവശ്യമുള്ളവർ വിളിച്ച അകത്തേക്ക് കെട്ടുന്നവരെ മാത്രമേ കൂടെ നിൽക്കുള്ളൂ എന്നുള്ളത് ഞാൻ മനസ്സിലാക്കി. അത് തന്നെയല്ലേ എന്റെ അച്ഛനും ചെയ്തത് എന്ന് ഞാൻ ആലോചിച്ചു പോയി. എന്റെ അച്ഛനും അത് തന്നെ ചെയ്തേ. എന്റെ അച്ഛൻ എന്നെ 10-20 വയസ്സ് വരെ പൊന്നുപോലെ നോക്കി. അത് കഴിഞ്ഞിട്ട് എന്നെ അച്ഛൻ, നീ നിന്റെ പണി നോക്കി പോകുന്നു. പിന്നെ അച്ഛൻ സഹായിച്ചിട്ടേ ഇല്ല. പക്ഷെ അച്ഛനൊരു പ്രത്യേകത ഉണ്ടായിരുന്നു. അച്ഛനോട് പോയി എന്ത് സഹായം ചോദിച്ചാലും ഓടി വന്ന് സഹായിക്കും. ചോദിക്കണമെന്ന്, അല്ലാതെ ചോദിക്കാതെ അച്ഛൻ സഹായിച്ചിട്ടില്ല. ചോദിച്ചാൽ ഓടി വന്ന് സഹായിക്കും. ഇതേപോലെ തന്നെയാണ് ഈ ഈശ്വരൻ എന്നുള്ളത് ഞാൻ മനസ്സിലാക്കി. 20 വയസ്സ് വരെ ചോദിക്കാതെ സഹായിച്ചിരുന്നു. 20 വയസ്സിന് ശേഷം ചോദിച്ചാൽ മാത്രമേ സഹായിക്കുള്ളൂ എന്ന് മനസ്സിലായി. അതായത് സഹായം അഭ്യർത്ഥിക്കണം, എന്നെ ഇങ്ങനെ സഹായിക്കണം എന്ന് എന്റെ അച്ഛനോട് പറയുമ്പോൾ അച്ഛൻ വരുമായിരുന്നു. എന്നെ ഞാൻ വേറെ താമസമാക്കിയപ്പോൾ
അതേപോലെ ഈ ഈശ്വരനും വരും. അപ്പൊ ശരിക്കും പറഞ്ഞതിന്റെ ഞാൻ പറഞ്ഞു വന്നത് ഈ പഴയ ആശയത്തിൽ നിന്ന് മാറിയ ഏറ്റവും പ്രധാനപ്പെട്ട ഒരാശയം. ഒരു വിളക്ക് തെളിയിച്ച് അതിന്റെ പ്രകാശം ഉപയോഗിക്കാവുന്ന സാഹചര്യത്തിൽ ഇരുളിൽ തപ്പി നടക്കുന്നത് അത്ര നല്ല കാര്യമാണെന്ന് ഇപ്പോൾ ഞങ്ങൾക്ക് തോന്നുന്നില്ല. ഇങ്ങനെ നമ്മുടെ ഉള്ളിൽ ഒരു വിളക്ക് തെളിയിച്ചു കഴിഞ്ഞാൽ നമുക്ക് അസാമാന്യമായ ഒരു ശക്തി ലഭിക്കുമെന്ന് നമുക്ക് അറിയാവുന്ന സമയത്ത് ഈ വിളക്ക് തെളിയിക്കാതെ ഈ ഇരുട്ടിൽ തപ്പി എന്നാലും വേണ്ടില്ല, എന്നാലും വേണ്ടില്ല. ഇങ്ങനെ ഓരോരോ ദുരിതങ്ങളും കഷ്ടപ്പാടുകളും വരികയാണ്, എന്നാലും വേണ്ടില്ല. ഈ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. അങ്ങനെ ഒരു സാധനമില്ല. കഷ്ടപ്പാടുകളാണ്, അതായിരുന്നു അന്നത്തെ ഉണ്ടായിരുന്നത്. പിന്നെ ആ സമയത്തൊക്കെ പറയാ എന്താന്ന് വെച്ചാല് അങ്ങനെ ഒരു സാധനമില്ല എന്ന് വിശ്വസിച്ചു നോക്കും. പിന്നെ ഇവിടെ ദുരിതം പിടിച്ച് നടക്കുക, എന്നാലും അത് വിശ്വസിക്കില്ലായിരുന്നു. ഇരുളി തപ്പി നടക്കുന്ന അത്ര നല്ല കാര്യമല്ല എന്ന് ഇപ്പോൾ ഞങ്ങൾക്ക് തോന്നുന്നു. അതൊരു ദുർബലന്റെ സ്വഭാവമാണ് അത്രേ, ഈ ഈശ്വരന്റെ അടുത്ത് പോയിട്ട് ചോദിക്കാന്നുള്ളത്. വിൽ പവർ ഉള്ളവൻ എന്തിനാണ് ഈശ്വരന്റെ അടുത്ത് പോകുന്നത്? ഞങ്ങൾ 100% സ്വന്തമായി സുബോധത്തിലേക്ക് വന്നവരല്ല. അങ്ങനെയല്ല ഞങ്ങൾ സുബോധമുള്ളവരായിരിക്കാൻ പഠിച്ചത്. കൂടാതെ സുബോധ ജീവിതത്തിന്റെ പൂർണ്ണമായ ആസ്വാദനം ഏകാന്തമായ ഒരു പ്രക്രിയയുമല്ല. ഒറ്റയ്ക്ക് ഒരിക്കലും ഒരാൾക്ക് ആസ്വദിക്കാൻ കഴിയും. സുബോധ ജീവിതം ആസ്വദിക്കുന്ന ഒറ്റയ്ക്കും നടക്കില്ല, കുറച്ച് ആൾക്കാർ വേണം. അങ്ങനെ കുറച്ച് ആൾക്കാരുടെ കൂടെ ഈ സുബോധ ജീവിതം ആനന്ദകരമായ ഒരു അവസ്ഥയിലേക്ക് മാറ്റിയെടുക്കാൻ കഴിയുന്നതാണ്. ഇത് ഒരു സന്തോഷത്തിന്റെ ഒരു സംഗതിയല്ല, മറിച്ച് ഒരു ആനന്ദകരമായ ഒരു അവസ്ഥയിലേക്ക് നമ്മൾ വളർന്നിട്ടുണ്ടെങ്കിൽ അത് ഒരു സ്ഥായിയാണ്. സന്തോഷകരമായിട്ടാണ് നിൽക്കുന്നതെങ്കിൽ അത് സൂക്ഷിക്കേണ്ടതുമാണ്. അതായത് ഏയിൽ വന്നിട്ട് പെട്ടെന്ന് ചില ആൾക്കാരെ കാണാം, ഭയങ്കര ഹാപ്പി ആയിരിക്കും, ഭയങ്കര സന്തോഷം. ഓ, എന്താണ് കുട്ടി നിർത്തിയ ശേഷം ആൾക്കാർ അംഗീകരിക്കുന്നു, അത് പറയുന്നു, ഇത് പറയുന്നു, ഗംഭീരമായിട്ട് ഭയങ്കര സന്തോഷം. അപകടകരമായ ഒരു സംഗതിയാണ് ആ പറഞ്ഞ എക്സൈറ്റഡ് ആയിട്ടുള്ള ആ ഒരു സന്തോഷം. കാരണം ആ സന്തോഷം, പ്ലഷർ, അത് കഴിഞ്ഞ ആഴ്ച പറഞ്ഞോന്നറിയില്ല, അത് അധികം കാലം നിൽക്കില്ല. സന്തോഷം വന്നു, മറിച്ച് ആനന്ദമാണ് വരുന്നതെങ്കിൽ അത് ഹാപ്പിനെസ് എന്ന് പറയുന്നതാണ്. അത് അതിൻ്റെ ഉള്ളില് അടിസ്ഥാനപരമായി നമ്മുടെ മനസ്സിന്റെ ഒരു അവസ്ഥയാണ് ഈ ആനന്ദം. സന്തോഷം എന്ന് പറയുന്നത് നമ്മൾ പുറമേ ഉണ്ടാവുന്ന ഒരു സന്ദർഭത്തിൽ ഉണ്ടാവുന്ന, പെട്ടെന്നുണ്ടാവുന്ന ഒരു മാനസികാവസ്ഥയാണ്. അങ്ങനെ സന്തോഷം വന്നാൽ അതിന് കുറച്ചു നേരം കഴിയുമ്പോൾ നേരെ റിവേഴ്സില് സങ്കടം വരാൻ സാധിക്കും. സന്തോഷത്തിന് ഓപ്പോസിറ്റ് ആയുള്ള സാധനം. പക്ഷെ ആനന്ദത്തിന് റിവേഴ്സ് ഇല്ല. ആനന്ദം എന്ന് പറയുന്നത് ഒരു സ്ഥായിയായ ഒരവസ്ഥ. അപ്പൊ അതുകൊണ്ട് സന്തോഷിക്കുന്നുണ്ടെങ്കിൽ അവിടെ സൂക്ഷിക്കണം. അത് നിലനിർത്താൻ കഴിയണം. എല്ലാ ദിവസവും സന്തോഷം നിലനിർത്താൻ കഴിയുക എളുപ്പമല്ല. കാരണം സന്തോഷിക്കാനുള്ള ഒരു സംഭവം ഉണ്ടായിക്കഴിഞ്ഞാൽ കുറച്ചു ദിവസം കഴിഞ്ഞാൽ അതിനേക്കാൾ മുകളിലുള്ള ഒരു സംഗതി അല്ലായെങ്കിൽ സന്തോഷം ഉണ്ടാവില്ല. പക്ഷെ ആനന്ദത്തിന് അതൊന്നും ഒരു വിഷയമല്ല. ആനന്ദം എന്ന് പറഞ്ഞാൽ സ്ഥായിയായ ഒരു ഭാവം. ഹാപ്പിനെസ് എന്ന് പറയുന്നത് ഒരു അടിസ്ഥാന സ്വഭാവം. ഏത് സമയവും ഹാപ്പിനെസ്, അതായത് നമ്മുടെ മനസ്സിന്റെ ഒരു ഹാപ്പിനെസ്, ഒരു ആനന്ദകരമായ, അങ്ങനെയുള്ള ഒരാൾക്ക് ഏത് സിറ്റുവേഷനെയും അയാൾക്ക് സമചിത്തതയോടെ നേടാൻ കഴിയും. ആ നഷ്ടം വന്നാൽ വന്നു വന്നു, ലാഭം കിട്ടിയാൽ ലാഭം കിട്ടി, ഒരു മരണം സംഭവിച്ചാൽ മരിച്ചുപോയി, ജനിച്ചു കഴിഞ്ഞാൽ ജനിച്ചു എന്ന് വെച്ചാൽ നിർവികാരതയല്ല ആനന്ദാവസ്ഥ. ഓ, എന്തായാലും ഒരുപോലെ എന്നുള്ള ഒരു മൂഡ് ഓഫ് അല്ല ആനന്ദം എന്ന് പറയുന്നത്. എല്ലാ സിറ്റുവേഷനെയും അതിൻ്റെതായ ഗൗരവത്തോടു കൂടി ഏറ്റെടുക്കാനുള്ള ഒരു മാനസികാവസ്ഥ. ഒരാൾ നമ്മളെ ചീത്ത പറയാണ്, ആനന്ദകരമായ ഒരവസ്ഥയിലാണെങ്കിൽ അയാൾക്ക് അതിനെ ഉൾക്കൊണ്ടുകൊണ്ട്, അത് അയാൾക്ക് വിവരമില്ലാത്തതുകൊണ്ടല്ലേ, അയാൾക്ക് എന്തോ ഫീലിംഗ് വന്നുകൊണ്ട് അയാൾ പറഞ്ഞതാണ്, അതിപ്പോ ഞാൻ എടുക്കേണ്ട കാര്യമില്ല എന്ന് പറഞ്ഞ് ഇയാൾക്ക് ഇത് ഒഴിവാക്കാൻ പറ്റും. ആനന്ദകരമായ ഒരവസ്ഥ. എന്നാൽ സന്തോഷം ഉണ്ടാക്കുന്ന ഒരാളാണെങ്കിൽ ഇയാൾക്ക് ഇത് കേൾക്കുമ്പോഴേക്കും പെട്ടെന്ന് സങ്കടം വരും. എന്താ ഞാൻ പറഞ്ഞത്? നിങ്ങൾ
ഞാൻ എന്താ പറഞ്ഞത്, എന്താ വിചാരം എന്ന് വെച്ചാൽ ഇയാൾ അങ്ങോട്ട് പെട്ടെന്ന് അങ്ങോട്ട് തട്ടിക്കയറുന്നു. കാരണം ഈ നെഗറ്റീവ് ആയിട്ടുള്ള സാധനം കേൾക്കുമ്പോഴേക്കും ഇയാളുടെ ഈ ഹൃദയത്തിൽ ഭയങ്കര മുറിവ് സംഭവിക്കും. അപ്പൊ പെട്ടെന്ന് ഇയാൾ റിയാക്ഷൻ സന്തോഷിച്ചുകൊണ്ടിരിക്കുന്നത്. പക്ഷെ ആനന്ദകരമായിട്ടുള്ള ഒരാൾക്കാണെങ്കിൽ ഈ പറഞ്ഞ സംഗതി കേൾക്കുമ്പോഴേക്കും അയാൾക്ക് വിട്ടുകൊടുക്കാൻ കഴിയും. അതിനാണ് ഏല് പറയുന്ന ഒരു വിട്ടുകൊടുക്കുക, വിട്ടു നിൽക്കുക എന്നൊക്കെ പറയും. ക്ഷമിക്കുക എന്ന് പറയുന്നത് വിട്ടുകൊടുക്കുക എന്നൊക്കെ. വിട്ടുകൊടുക്കുക എന്ന് പറയുന്നതാണ് എൻ്റെ ഏറ്റവും വലിയ ലെവല്. ക്ഷമിക്കുക എന്ന് പറയുമ്പോൾ അത് ഇയാളുടെ ഇയാളുടെ നെഗറ്റീവ് മൈൻഡില് സാധനം പ്രവർത്തിച്ചിട്ടുണ്ട്. പക്ഷെ ഇയാള് പ്രതികരിക്കുന്നില്ല. അതാണ് ഈ ക്ഷമിക്കുക എന്ന് പറയുന്നത്. അതിനേക്കാൾ കുറച്ചുകൂടി ഹാർഡാണ് സഹിക്കുക എന്ന് പറയുന്നത്. ഇയാളുടെ ഉള്ളില് വല്ലാത്ത ഒരു ദേഷ്യം ഇങ്ങനെ പതഞ്ഞു പൊങ്ങി, ആ പൊങ്ങിയത് പ്രകടിപ്പിക്കുന്നില്ല, അയാൾ അത് സഹിക്കുകയാണ്. ഇനി നാലാമത്തെ സ്റ്റേജ് എന്ന് പറയുന്നത്, ഇയാൾ ഈ ഒരു സംഗതി കേൾക്കുന്നു, അയാളുടെ മനസ്സിൽ നിന്ന് രൂക്ഷമായ പ്രതികരണം വരുന്നു. ആ രൂക്ഷമായ പ്രതികരണം അയാൾ വളരെ സോഫ്റ്റ് ആയിട്ട് പ്രതികരിക്കുന്നു. അഞ്ചാമത്തതാണ് അപകടം. ഇയാളുടെ മനസ്സിലേക്ക് ഒരു സംഗതി കയറി വരുന്നു, അത് അയാളുടെ മനസ്സില് പ്രവർത്തനം ഉണ്ടാകുന്നു, പ്രതിഷേധിക്കുന്നു, അതിന് പെട്ടെന്ന് രൂക്ഷമായി തന്നെ പ്രതികരിക്കുകയും ചെയ്യും. ചിലപ്പം പൊട്ടിത്തെറിച്ച് പ്രതികരിക്കുകയും ചെയ്യും. ഇതില് യഥാർത്ഥത്തിലുള്ള ഈശ്വരനെ നമ്മൾ ഉള്ളിലേക്ക് എടുക്കുന്ന ഒരാളാണെങ്കിൽ ഇതില് ഫസ്റ്റ് സ്റ്റെപ്പ് പോലെ നമുക്ക് ചെയ്യാൻ പറ്റും എന്നുള്ളത് കുറേയൊക്കെ ഞാൻ പ്രാക്ടീസ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. അതിലേക്കാണ് ഞാൻ എൻ്റെ ഒരു പ്രയാണം. ഈ ഹാപ്പിനെസ്സിലാണ് ഇയാൾ ഫുൾ ആന്തരികമായ ഒരു സമാധാനം. അതിനാണ് പ്രശാന്തത എന്ന് പറയുന്ന സാധനം. അതാണ് അവിടേക്കാണ് എത്തേണ്ടത്. പ്രശാന്തത എന്ന് പറഞ്ഞാൽ ആന്തരികമായ സമാധാനം. ആന്തരികമായ സമാധാനം എന്ന് പറയുന്നതാണ് ആന്തരികമായ ഒരു ഹാപ്പിനെസ്. ഈ ആന്തരികമായ ഹാപ്പിനെസ് എത്തിക്കഴിഞ്ഞാല് അത് നമ്മുടെ വാഗ്ദാനത്തിൽ 12 വാഗ്ദാനത്തിൽ പറയുന്നുണ്ട്. അങ്ങനെ എത്തിക്കഴിഞ്ഞു കഴിഞ്ഞാല് ഈ പറയുന്ന ആൾക്കാർ വളരെ രൂക്ഷമായി ഒരാൾ നമ്മോട് പ്രതികരിക്കുകയാണ്. ഈ പ്രതികരണത്തെ ഞാൻ നേരത്തെ പറഞ്ഞ 5 തരത്തിൽ അതിനെ ഫേസ് ചെയ്യാൻ നോക്കും. അതിലേറ്റവും ടോപ്പ് ആയിട്ടുള്ള എന്താ പറയുക, ഏറ്റവും നല്ലൊരു പ്രതികരണം എന്ന് പറയുന്നത്, അയാൾ അങ്ങനെ പ്രതികരിക്കുമ്പോൾ എൻ്റെ ഉള്ളില് അത് കോളിളക്കം സൃഷ്ടിക്കുന്നതേയില്ല. ഞാൻ അതിനെ പൂർണ്ണമായും അതിനെ ഉൾക്കൊള്ളുകയാണ്. എന്നിട്ട് അത് ഞാൻ വിട്ടുകൊടുക്കുകയാണ്. അത് അങ്ങനെ നടക്കട്ടെ, പറഞ്ഞോളൂ. അങ്ങനെ പറഞ്ഞു. അത് ഞാൻ എൻ്റെ മനസ്സിൽ അത് ഹെർട്ട് ചെയ്യുന്നില്ല, ഫീലിംഗ് ഉണ്ടാക്കുന്നില്ല, ഒന്നും ചെയ്യും. ആ ഒരു അവസ്ഥയിലേക്ക് എത്തണമെങ്കിൽ ഈ പറയുന്ന നമ്മുടെ മനസ്സിന്റെ ശക്തി 10 മടങ്ങ് വർദ്ധിക്കണം. മനസ്സിന്റെ ശക്തി കുറഞ്ഞിരിക്കുന്ന സമയത്താണ് ഞാൻ ഇതിന്റെ ഓപ്പോസിറ്റ് സൈഡായിട്ടുള്ള പെട്ടെന്നുള്ള പ്രതികരണം വരുന്നത്. അപ്പൊ നമ്മൾ പെട്ടെന്ന് പൊട്ടിത്തെറിക്കുക, ചാടിക്കേറി വർത്താനം പറയുക, പെട്ടെന്ന് ഉടക്കുക തുടങ്ങിയിട്ടുള്ള പല ആൾക്കാരെയും നമ്മൾ കണ്ടിട്ടുണ്ടാവും. അവരൊക്കെ ഈ പറയുന്ന മാനസിക ശക്തി തീരില്ലാത്തവരാണ്. അപ്പോൾ നമുക്ക് മനസ്സിന്റെ ശക്തി വർദ്ധിപ്പിക്കുന്നതുകൊണ്ട് നമുക്ക് ജീവിതത്തിൽ ഓരോ സിറ്റുവേഷനെയും നമുക്ക് ഫേസ് ചെയ്യാനുള്ള കഴിവ് നമുക്ക് വർദ്ധിച്ചുകൊണ്ടേയിരിക്കും. അങ്ങനെ വന്നു കഴിഞ്ഞാൽ നമുക്ക് വിട്ടുകൊടുക്കാൻ കഴിയും എല്ലാത്തിനും. അപ്പൊ നമുക്ക് തീരെ ഇഷ്ടമില്ലാത്ത, എന്നാൽ നമ്മൾ നേരത്തെ ആയിരുന്നെങ്കിൽ പ്രതികരിക്കേണ്ടിയിരുന്ന സംഗതി ഇപ്പോൾ നമ്മൾ പ്രതികരിക്കുന്നില്ല എന്ന് മാത്രമല്ല, നമ്മൾ അതിനെ ശാന്തതയോടുകൂടി പ്രശാന്തമായ ഒരു മനസ്സോടുകൂടി കാണാനുള്ള ഒരവസ്ഥയിലേക്ക് നമുക്ക് വളരാനും സാധിക്കും. അതിന് നമ്മളെ സഹായിക്കുന്നത് ഈ പറയുന്ന നമ്മുടെ ഉള്ളിലുള്ള ആന്തരികമായ ശക്തിയെ ജ്വലിപ്പിക്കുക. അതിനെ ഇങ്ങനെ ഏത് സമയവും പവർഫുൾ ആക്കി നിർത്തുകയാണെങ്കിൽ നമുക്ക് ഈ പുറമേ നിന്ന് വരുന്ന ഒരു സംഗതിയെയും നമുക്ക് കയറി പ്രതികരിക്കേണ്ടി വരും. അപ്പൊ അതൊരു തിരിച്ചറിവിന്റെ മാറ്റമാണ്. അത് ഇത് മനസ്സിലാക്കി എടുക്കുക എന്നുള്ളത് ഏറ്റവും പണിയാണ്. അതില് എനിക്ക് തോന്നുന്നത്, ഞാൻ ഈ ആൽക്കഹോളിക്സ് അനോണിമസിൽ അല്ലായിരുന്നുവെങ്കിൽ, വന്നിട്ടില്ലായിരുന്നെങ്കിൽ ഇങ്ങനെ ഒരു സംഗതിയെ തിരിച്ചറിയാനോ, എത്രയോ സിറ്റുവേഷൻസ്
വളരെ രൂക്ഷമായി പ്രതികരിക്കേണ്ട സിറ്റുവേഷനിലൊക്കെ പ്രശാന്തമായി ഇതിനെ കുറേയെങ്കിലും നോക്കിക്കാണാനുള്ള ഒരു മനസ്സുണ്ടാക്കിയത്. അവിടെ അങ്ങനെ ചെയ്തു കഴിയുമ്പോൾ ഈ ക്ഷമിച്ചു കഴിഞ്ഞാലും അല്ലെങ്കിൽ പൊറത്തു കഴിഞ്ഞാലും അല്ലെങ്കിൽ സഹിച്ചു കഴിഞ്ഞാലും എന്താണ് സംഭവിക്കുന്നത് വെച്ച് കഴിഞ്ഞാല് ഈ ഈ അങ്ങനെ എനിക്ക് പ്രതികരിക്കേണ്ടതായിരുന്നു. ഞാൻ എന്റെ പ്രതികരണം മാത്രമാണ് ഞാൻ അവിടെ ഒഴിവാക്കിയിട്ടുള്ളത്. എന്നിട്ട് എന്റെ ഉള്ളിൽ ഇതിങ്ങനെ കിടക്കും. എന്നിട്ട് ഞാനിത് 4 പേരോട് പറയും. പറയുക മാത്രമല്ല, അന്ന് രാത്രി വീട്ടിൽ പോയിരുന്നിട്ട് ഇതിങ്ങനെ ചിന്തിച്ചോണ്ട് ഛേ എന്താ പറയരുത്, പക്ഷെ പിന്നെ അത് അങ്ങനെ എങ്ങനെയെന്ന് പറഞ്ഞിട്ട് അതിനെക്കുറിച്ച് ഓർത്ത് നമ്മൾ ഗതി കിട്ടും എല്ലാ എനർജിയും. പക്ഷെ അന്നേരം ഒന്നും പ്രതികരിച്ചിട്ടില്ല എന്ന് മാത്രമേ അതിന്റെ പോസിറ്റീവ് ഉണ്ടാവൂ. സഹിക്കുക, ഓർക്കുക, ക്ഷമിക്കുക എന്ന് പറഞ്ഞ ഈ സംഗതിയാ ചെയ്യുന്നത്. ഇനി അന്നേരം ഒന്നെങ്കിൽ പ്രതികരിക്കും. പ്രതികരിച്ചാൽ പിന്നെ ആ പ്രതികരിച്ചതിന്റെ വിഷമം വേറെ ഉണ്ട്. ഈ 4 സ്റ്റേജ് വല്ലാത്തൊരു സംഗതിയാണ്. വിട്ടുകൊടുക്കുക, വിട്ടു നിൽക്കുക എന്ന് പറയുന്ന ആ ഒരു സ്റ്റെപ്പിലേക്ക് എത്തണമെങ്കിൽ നമ്മളുടെ പ്രശാന്തത എന്ന സംഗതി ഉണ്ടാവണം. ആ പ്രശാന്തതയ്ക്ക് നമ്മളെ ഏറ്റവും അധികം സഹായിക്കുന്നത് ആ പ്രശാന്തത ഉണ്ടാക്കുന്ന ഭാഗത്തെ എനർജി ഇല്ലാത്തത് കൊണ്ടാണ്. ആ എനർജി നമുക്ക് ഉണ്ടാക്കി തരുന്നത് ദൈവമാണ്. ആ ദൈവത്തെ കുറിച്ചുള്ള എന്റെ കൺസെപ്റ്റ് ഒരു എനർജിയാണ്. അത് നമുക്ക് ശ്വാസം വലിക്കുമ്പോഴോ നമുക്ക് സങ്കല്പത്തിലോ ആ എനർജിയെ നമുക്ക് ചാർജ് ചെയ്യാൻ കഴിയും. എപ്പോ വേണമെങ്കിലും ചാർജ് ചെയ്യാൻ കഴിയും എന്നുള്ള കുറേ തിരിച്ചറിവുകൾ വന്നപ്പോഴോ ജീവിതത്തിൽ മാറ്റം വന്നു. ആ കാഴ്ചപ്പാടിൽ മൊത്തം അങ്ങോട്ട് മാറി. ഇതിന് നമുക്ക് ഇപ്പോ ശരിക്കും ഈ അമ്പലത്തില് മറ്റേത് ഈ അവിടെ പോയി വഴിപാട് കൊടുക്കുക, ഇവിടെ പോയി പോയി ഞങ്ങൾ എല്ലാവർക്കും അറിയാം, ഓരോരുത്തർക്കും ഓരോരോ അമ്പലങ്ങളും പള്ളികളും ഒക്കെ ഉണ്ട്. അതിനി ആ ഗുരുവായൂർ പോവാം, ശബരിമലയിൽ പോവാം, അല്ലെങ്കിൽ ചോറ്റാനിക്കര പോവാം, അവിടെ പോകണം, ഇവിടെ പോകണം, പളനി പോകണം, അല്ലെങ്കിൽ അവിടെ പോകണം എന്നുള്ള ഒരു ചിന്ത ഇപ്പൊ എവിടെ പോയാലും ഉള്ളത് ഈ പരമമായ ശക്തിയാണെന്നും ഇത് ഇവിടെയും ഉണ്ട് എന്നും മനസ്സിലാക്കി കഴിഞ്ഞപ്പോൾ നമുക്ക് അവിടെയൊക്കെ പോകുമ്പോൾ അവിടെയൊക്കെ പോകാൻ പറ്റുമെങ്കിൽ പോവാം. അതല്ലാതെ ഈ അവിടെ പോയാലേ കിട്ടുള്ളൂ എന്നുള്ള സംഗതിയിൽ ഒരു മാറ്റം എന്റെ ജീവിതത്തിൽ വന്നിട്ടുള്ള ആശയങ്ങളുടെയും കാഴ്ചപ്പാടുകളുടെ ഒരു വമ്പൻ മാറ്റമാണ് വന്നിട്ടുള്ളത്. അതുകൊണ്ട് ഞാൻ 100% ഒരു വിളക്ക് തെളിച്ച് അതിന്റെ പ്രകാശം ഉപയോഗിക്കാവുന്ന സാഹചര്യത്തിൽ ഇരുളിൽ തപ്പി നടക്കുന്നത് അത്ര നല്ല കാര്യമല്ല എന്ന് ഇപ്പോൾ ഞങ്ങൾക്ക് തോന്നുന്നില്ല. നല്ല കാര്യമാണെന്ന് ഇപ്പൊ തോന്നുന്നില്ല. ഞങ്ങൾ 100% സ്വന്തമായി സുബോധത്തിലേക്ക് വന്നവരല്ല. അങ്ങനെയല്ല, ഞങ്ങൾ സുബോധമുള്ളവരായിരിക്കാൻ പഠിച്ചതും. സുബോധ ജീവിതത്തിന്റെ പൂർണ്ണമായ ആസ്വാദനം ഏകാന്തമായ ഒരു പ്രക്രിയമല്ല. ഇത് ഞാൻ ഒറ്റയ്ക്ക് നേടിയെടുക്കുന്ന കാര്യം മാത്രമല്ല. ഇതിനാണ് നമ്മൾ കൂട്ടായ്മയിലേക്ക് പോയിട്ട് ആ കൂട്ടായ്മയിലുണ്ടൊരു അതല്ലേ അതിന്റെ പാരമ്പര്യത്തിൽ പറയുന്ന ഒരു സംഗതി ഉണ്ട്. ഗ്രൂപ്പിന്റെ മനസാക്ഷിയിൽ എന്താ പറയാ പ്രതിഫലിക്കുന്ന സ്നേഹനിധിയായ ദൈവം. അവിടെ ഒരു മാസ എനർജിയാണ് ഒരു കൂട്ടായ്മയിൽ ഉണ്ടാവുന്നത്. ഒരു കളക്റ്റീവ് എനർജി എന്നാണ് പറയുക ശരിക്കും പറഞ്ഞാൽ. ഈ പള്ളികളിലും അമ്പലങ്ങളിലും ഒക്കെ ചെന്ന് കഴിഞ്ഞാൽ ഈ കളക്റ്റീവ് എനർജി, അതേ കളക്റ്റീവ് എനർജിയാണ് ശരിക്കും ഒരു ഗ്രൂപ്പ് മീറ്റിംഗിൽ ഉണ്ടാവുക. അവിടെ പ്രശാന്തമായ ഒരു അന്തരീക്ഷം സൃഷ്ടിക്കപ്പെടുക. ആ അന്തരീക്ഷം സൃഷ്ടിക്കപ്പെടുന്ന സമയത്ത് എല്ലാവരുടെയും ചിന്തയുടെ വൈബ്രേഷൻ ഒരേ ലെവലിലാകുമ്പോൾ അവിടെ ഒരു പ്രത്യേക അറ്റ്മോസ്ഫിയർ വരിക. അതാണ് ഈ അമ്പലങ്ങളിലും പള്ളികളിലും ഒക്കെ നടക്കുന്നത്. അത് തന്നെയാണ് ആൽക്കഹോളിക്സ് അനോണിമസിന്റെ മീറ്റിംഗ് നടക്കുന്നത്. ഒരേ ചിന്തയാണ് എല്ലാവരും. ഒരേ ചിന്തയാകുമ്പോൾ ഒരേ വൈബ്രേഷൻ ആകുമ്പോൾ വേവ് ലെങ്ത് ഒക്കെ ഒരുപോലെ ആയതുകൊണ്ട് ഭയങ്കരമായ ഒരു എഫക്റ്റ് അവിടെ ഉണ്ടാവും. അതുകൊണ്ടാണ് ഈ ശബരിമലയിൽ ശരണം വിളിച്ച് പോകുമ്പോഴും മക്കയില് ഹജ്ജിന് പോകുമ്പോഴൊക്കെ ഭയങ്കരമായ കളക്റ്റീവ് എനർജി ഉണ്ടാക്കിയെടുക്കും. സൈക്കോളജിക്കലായിട്ട് അതിന് തെളിയിക്കപ്പെട്ടിട്ടുണ്ട് കളക്റ്റീവ് എനർജി. അങ്ങനെ കളക്റ്റീവ് എനർജി ഉള്ള ഒരു സ്ഥലത്തേക്ക് ചെന്നാൽ നമ്മൾ ബോധപൂർവം ചെയ്യണമെന്നില്ല. നമ്മൾ അതിൻ്റെ അകത്ത് ഓട്ടോമാറ്റിക്കായിട്ട് ഭാഗഭാക്കായാലും മതി, ആ എനർജി നമ്മളിലേക്ക് എത്തിച്ചേരും കളക്റ്റീവ് എനർജി. പക്ഷെ അങ്ങനെ എത്തിച്ചേർന്ന് കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ആ എനർജി ഉണ്ടാവണമെങ്കിൽ നമ്മൾ അതേപോലെ ഒരു കളക്റ്റീവ് എനർജിയിലേക്ക് പോകണം. വീണ്ടും നമ്മൾ അടുത്ത ശബരിമലയ്ക്ക് പോകാൻ വേണ്ടിയിട്ട് ഇപ്പോഴേ പ്ലാൻ ചെയ്യും. കാരണം അവിടെ ചെല്ലുമ്പോഴാണ് ഈ എനർജി ഉണ്ടാവുക.
അതുകൊണ്ടാണ് ഒരിക്കല് ശബരിമലയിൽ പോയി കഴിഞ്ഞ് ഈ കളക്റ്റീവ് എനർജി നേടിക്കഴിഞ്ഞാൽ അയാൾ വീണ്ടും അടുത്ത വർഷം പിന്നെയും പിന്നെയും പോയിക്കൊണ്ടിരിക്കും. കാരണം അയാൾക്ക് ആ ഭയങ്കരമായ ഒരു ഫീലിംഗ് അവിടെ നിന്ന് കിട്ടിയിട്ടുണ്ട്. പക്ഷെ ആ ഒരു എനർജിയെ നമുക്ക് സ്വന്തമായി അതിനെ നമ്മളിലേക്ക് എത്തിക്കാനുള്ള കഴിയും. അതിന് നമുക്ക് കൂട്ടായ്മ അതേ ഫലം തരികയും ചെയ്യും എന്നുള്ളത് നമുക്ക് മനസ്സിലായി. അപ്പോ എന്താണ് വേണ്ടത്? ഞാനൊരു കുടിയനാണെന്നുള്ളത് പുറമേ സമ്മതിക്കുന്നു. ഞാൻ ഒറ്റയ്ക്ക് ചെയ്യുന്നില്ല. ഞാൻ കുറെ പേരുടെ കൂടെ ചെയ്യാൻ തീരുമാനിച്ചു. ആൾക്കാരോടൊക്കെ പറയാൻ തീരുമാനിച്ചു. ഇങ്ങനെ കുറെ ആശയങ്ങൾക്കൊക്കെ മാറ്റം വരുത്തി. ഞങ്ങൾ വിശ്വസിച്ചിരുന്ന ആ പഴയ ആശയങ്ങളിൽ നിന്ന് വ്യത്യസ്തമായ പുതിയ ചില ആശയങ്ങളിലേക്ക് താൽക്കാലികമായെങ്കിലും കണ്ണോടിക്കാൻ കഴിയുമ്പോൾ സന്തുഷ്ടവും ആരോഗ്യപൂർണമായ ഒരു പുതിയ ജീവിതത്തിലേക്കുള്ള ഉറച്ച കാൽവെപ്പ് ഞങ്ങൾ നടത്തി കഴിഞ്ഞു. യെസ്, ഒരു ചേഞ്ച്, ലൈഫ് ചേഞ്ച്, പാറ്റേൺ ലൈഫ്. ഇവിടെ കാഴ്ച മാറിയാൽ കാഴ്ചപ്പാട് മാറും, കാഴ്ചപ്പാട് മാറിയാൽ കാഴ്ചയും മാറും. മാറേണ്ടത് ആദ്യം കാഴ്ച മാറുന്നു, അങ്ങനെ കാഴ്ചപ്പാട് മാറ്റും. അങ്ങനെ കാഴ്ചപ്പാട് മാറിക്കഴിഞ്ഞാൽ പിന്നെ കാണുന്ന കാഴ്ചകളും മാറും. ആദ്യം മാറ്റേണ്ടത് കാഴ്ചകളാണ്. അപ്പോ അങ്ങനെ നിരന്തരമായ കാഴ്ചകൾ മാറി മാറി വന്നു കഴിയുമ്പോൾ ഉള്ളിലെ കാഴ്ചപ്പാടിന് മാറ്റം വരും. അപ്പൊ പിന്നെ നമ്മൾ പുറമെ നമ്മുടെ ഉള്ളിലുള്ളത് എന്തെങ്കിലും ഒരു സാധനം ഉണ്ടെങ്കിൽ അത് വെച്ചിട്ടാണ് നമ്മൾ പുറമേയുള്ള കാണുന്നത്. നമ്മുടെ ഉള്ളിലെ ആശയങ്ങളുടെ ഒരു കണ്ണാടിയാണ് നമ്മൾ കാണുന്നത്. അപ്പൊ സ്നേഹം ഉള്ളിലുള്ള ഒരാൾക്ക് മറ്റൊരാളുടെ സ്നേഹം തിരിച്ചറിയാൻ കഴിയും. മറ്റൊരാളുടെ നന്മ ഉള്ളിലുള്ള ഒരാൾക്ക് അയാളെ മാത്രമേ ആ നന്മയുടെ കണ്ണട വെച്ച് കാണും, മറ്റൊരാളുടെ നന്മ കാണാൻ കഴിയും. നന്ദി ഉള്ളിലുള്ള ഒരാൾക്ക് മറ്റുള്ളവരുടെ നന്ദി കാണാൻ കഴിയും. ദേഷ്യം ഉള്ളിലുള്ള ഒരാൾക്ക് മറ്റുള്ള ഒരാളുടെ ദേഷ്യം കാണാൻ കഴിയും. വെറുപ്പ് ഉള്ളിലുള്ള ഒരാൾക്ക് മറ്റുള്ള ഒരാളുടെ വെറുപ്പ് കാണാൻ കഴിയും. വെറുപ്പേ കാണുള്ളൂ. എന്താണോ ഉള്ളിലുള്ളത് ആ ഉള്ളിലുള്ള സംഗതിയുടെ കണ്ണടയാണ് പുറമേ നമുക്ക് കാണും. അതുകൊണ്ട് നമ്മൾക്ക് ഈ ലോകം മുഴുവനും മോശമാണ് എന്ന് നമ്മൾ ചിന്തിക്കാൻ കാരണം ഒന്നും ശരിയല്ല, ആരും ശരിയല്ല, രാജ്യം ശരിയല്ല, ഭരണം ശരിയല്ല, മറ്റേ ആൾക്കാർ ശരിയല്ല, അവരെ ശരിയല്ല, ഒന്നും ശരിയല്ല, മൊത്തം പോക്കാം എന്ന് നമ്മൾ പലപ്പോഴും ചിന്തിക്കാറുണ്ട്. അത് അതിന്റെ കാരണം എന്താ വെച്ചാൽ നമ്മുടെ ഉള്ളിൽ നെഗറ്റീവാണ്. അതുകൊണ്ടാണ് ഇത്. എന്നാൽ നമ്മുടെ ഉള്ളിൽ ശാന്തവും സ്വസ്ഥവും പോസിറ്റീവ് ആണെങ്കിൽ നമുക്ക് ഇവിടെ ജീവിക്കാനുള്ള ഒരു സ്വാതന്ത്ര്യം കിട്ടി. ഈ ലോകം, ഞാൻ നല്ലതാണ്, എൻ്റെ വീട്ടുകാരൻ നല്ലതാണ്, എൻ്റെ നാട് നല്ലതാണ്, ഞാൻ നല്ലൊരു നാട്ടിലാണ് പിറന്നത്, നല്ലൊരു അച്ഛൻ്റെ അമ്മയുടെ മക്കളായിട്ടാണ് ഞാൻ പിറന്നത്, നല്ലൊരു നാട്ടിലാണ് ഞാൻ ജീവിക്കുന്നത്, നല്ലൊരു ജോലിയാണ് ഞാൻ ചെയ്യുന്നത്, നല്ല ആരോഗ്യം എനിക്കുണ്ട്, എനിക്ക് ജീവിക്കാൻ ആവശ്യമായിട്ടുള്ള എല്ലാം ഇവിടെ ഉണ്ട് എന്ന് ഞാൻ ചിന്തിക്കുന്നത് ഒരു പോസിറ്റീവ് ചിന്താഗതി. അപ്പൊ അത് നന്മ ഉള്ളിലുള്ള ഒരാൾക്കാണ് ഈ കാണുന്നതിനൊക്കെ നല്ലത് കാണാൻ. ഇനി അതില്ലെങ്കിൽ ഈ പറഞ്ഞ എല്ലാത്തിനും കയറി തുടങ്ങും. എന്തേ കാണിക്കും, എന്തിനാ അങ്ങനത്തെ എല്ലാത്തിനും കയറി ഇയാള് പറഞ്ഞിരിക്കും. എന്നിട്ട് ഈ പത്രമൊക്കെ വായിച്ചിട്ട് ഇയാൾ എപ്പോഴും പറഞ്ഞു ശരിയല്ല, എന്നിട്ട് അത്തരം ഏതെങ്കിലും ഒരു ന്യൂസിനെ ഇങ്ങനെ തേടി പിടിച്ച് നിർമ്മിച്ചു. അപ്പൊ എന്താണോ നമ്മുടെ ഉള്ളിലുള്ളത് അത് വെച്ചിട്ട് ആ കണ്ണട വെച്ചിട്ടാണ് നമ്മൾ ലോകത്തെ കാണുക. അതുകൊണ്ട് ഈ പറയുന്ന ആശയത്തെ മാറ്റി പുതിയ ആശയത്തെ നമ്മൾ അവിടെ ഇൻസ്റ്റാൾ ചെയ്ത് കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഈ കാണുന്ന കാഴ്ചകളെല്ലാം മാറും, എല്ലാം മാറും. ഒരു പുതിയ ലോകമാണ്. ആ ഒരു ലോകത്തേക്കാണ് നമ്മൾ യാത്ര ചെയ്യുന്നത്. ആ യാത്ര ചെയ്യാനുള്ള കുറേ ദൂരം നമ്മൾ പിന്നിട്ട് കഴിഞ്ഞു, കുറേ കാഴ്ചകൾ മാറിയിരിക്കുന്നു. അങ്ങനെ നമുക്ക് ചെയ്യാൻ കഴിഞ്ഞാൽ സന്തുഷ്ടവും ആരോഗ്യപൂർണമായ ഒരു പുതിയ ജീവിതത്തിലേക്കുള്ള ഉറച്ച കാൽവെപ്പ് ഞങ്ങൾ നടത്തി കഴിഞ്ഞു. സന്തോഷകരമായ ആനന്ദകരമായ ഒരു പുതിയ ജീവിതത്തിലേക്കുള്ള അപ്രകാരം ഒരു ആരംഭം ഒരിക്കലും ഉണ്ടാവില്ലെന്ന് അടിയുറച്ച് വിശ്വസിച്ചിരുന്ന ലക്ഷക്കണക്കിന് ആളുകളുടെ കാര്യത്തിൽ സംഭവിച്ചത് തന്നെയാണ് ഞങ്ങളുടെ കാര്യത്തിൽ സംഭവിച്ചത്. ഏതായാലും ജനിച്ച് ഇങ്ങനെയൊക്കെ ആയി, ഇനി ഇങ്ങനെ അങ്ങ് പോട്ടെ എന്ന് വിചാരിച്ചിരുന്ന ഒരു കാലം. പക്ഷെ അങ്ങനെയല്ല. ഒന്ന് മാറി ചിന്തിച്ചാൽ, വഴിയൊന്ന് മാറ്റി വെട്ടിയാൽ
പുതിയൊരു പാത, മനോഹരമായ ഒരു പാത അപ്പുറത്തോടെ ഉണ്ട്. ആ പാതയിലൂടെ ഒന്ന് നടക്കാൻ ഒരു ശ്രമം നടത്തി നോക്കിയപ്പോ ഇതിനാണ് നേരത്തെ ഈ ദുർഘടം പിടിച്ച പാതയിലൂടെ ഞാൻ പോയി തീരേണ്ടത്. ഞാൻ ഇപ്പോ രസകരമായ പാതയിലേക്കായിരിക്കുന്നു എന്നുള്ള ഒരു തിരിച്ചറിവോട് കൂടിയാണ് ഇപ്പോൾ ജീവിക്കുന്നത്. ഏതായാലും ഈ ഒരു വമ്പൻ ട്വിസ്റ്റ് ജീവിതത്തിലെ, കഴിഞ്ഞ ആഴ്ച പറഞ്ഞു എന്നറിയില്ല, ഒരു പാരഡൈം ഷിഫ്റ്റ്, ഒരു കാഴ്ചപ്പാടിലുണ്ടാവുന്ന ഒരു മാറ്റം മൊത്തത്തിൽ മാറ്റിയെടുക്കാൻ ഈ ആൽക്കഹോളിക് അനോണിമസിന് സാധിച്ചു. നിങ്ങൾക്കും ഇതേപോലെയൊക്കെ സാധിച്ചിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. എന്തായാലും എനിക്ക് ഏറ്റവും വന്നിട്ടുള്ള ഏറ്റവും നല്ല രണ്ട് മാറ്റം എന്ന് പറയുന്നത്, ഒന്ന് ഈശ്വരനിലുള്ള വിശ്വാസമാണ്. രണ്ട്, എനിക്ക് തനിയെ നിർത്താൻ കഴിയുമെന്നുണ്ടായിരുന്ന വിശ്വാസത്തിൽ മാറിയിട്ട് എനിക്ക് തനിയെ കഴിയില്ല എന്നുള്ള, ഇച്ഛാശക്തി കൊണ്ട് കഴിയും എന്നുള്ളിടത്ത് നിന്ന് ഇച്ഛാശക്തി കൊണ്ട് കഴിയില്ല, മറ്റാൾക്കാരുടെ സഹായം വേണം എന്നുള്ള രണ്ട് മാറ്റമാണ് പ്രധാനമായിട്ടും വന്നത്. ഞാൻ അവസാനിപ്പിക്കുകയാണ്. എന്നിട്ട് ആ പോയിന്റ് കഴിഞ്ഞു. ഏയുടെ സന്ദേശം വായിക്കുക എന്നുള്ളതാണ്. ഓക്കെ, അടുത്ത ആഴ്ച നമുക്ക് വീണ്ടും കാണാം. ഇത്രയും നേരം കേട്ടു നിന്ന് എല്ലാവർക്കും നന്ദി പറഞ്ഞുകൊണ്ട് ഞാൻ ഹലോ, താങ്ക് യു വിജയ് മാഷ്. ഇത്രയും നേരം ഞങ്ങളോട്